എന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഡ്രസ്സ് ജസ്റ്റ് ബോണിന്റെ ഡ്രസ്സിന് ഭയങ്കര ഡിമാൻഡാണ്. എത്ര കൊണ്ടു വെച്ചാലും വിറ്റു പോകും. അപ്പൊ ഈ വന്ന് ആൾക്കാർ അപ്പൊ തന്നെ മേടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാണാം. അപ്പൊ ഞാൻ ചിലവരോട് ചോദിക്കും, ഞാൻ പലപ്പോഴും പോയിരിക്കും, ചോദിക്കും ഇത് നിങ്ങൾ കൊണ്ട് വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കുറെ ഈ പാറ്റ ഗുളിക ഉണ്ടല്ലോ, അതിട്ടുണ്ടാവും ഈ ബോക്സിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ സപ്ലൈ ചെയ്യുന്ന സപ്ലൈയോട് ചോദിക്കും ഇതെന്താ കാരണം. അപ്പൊ ഇത് സൾഫറിൽ വരുന്നതുകൊണ്ട് ഇത് ഇതിനുള്ളിൽ ഇങ്ങനെ ചെറിയ ജീവികൾ വെട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സ്മെല്ലാ. ഒരു കുഞ്ഞിന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ താഴെ ഭാഗത്ത് വരുന്ന ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ സാധനം ഓഫീസിന്റെ ഏത് ഡ്രസ്സ് എടുത്താലും മതി, അതിന് ഞങ്ങൾ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് എടുക്കും. നോർമലി എല്ലാ കമ്പനി ഓരോ ഓപ്പറേറ്റർ തയ്ച്ച് വിട്ടാൽ മതി, ഒറ്റ സ്റ്റിച്ച് അടിച്ച് തയ്ച്ച് വിട്ടാൽ മതി. പക്ഷെ ഇതെന്ത് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തുമ്പ് അഴിഞ്ഞ് പോരും. ഞങ്ങളത് എക്സ്ട്രാ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് അവിടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യും. അതിന് അന്നൊക്കെ ഒരു 25 പൈസ അന്നത്തെ കാലത്ത് വരും. ഇന്നൊരു 1.5 രൂപ ശരിക്കും ആ ഒരു സ്റ്റിച്ചിന് മാത്രം തരുന്നു. ഈ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ പറയുക, ഇത് ഇന്നത്തെ തലമുറയൊക്കെ അറിയേണ്ട, ചിന്തിക്കേണ്ട ഒരു, എന്റെ മക്കളൊക്കെ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, കുഞ്ഞുങ്ങളെ എക്സ്പോർട്ടും ഡൊമസ്റ്റിക്കും ഒക്കെ കുട്ടികളാണല്ലോ, സ്കിൻ ഒന്നാണല്ലോ. ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ ജേർണലിസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് ഭയങ്കര ആകാംക്ഷയാണ്. കാരണം കുട്ടികളെ രണ്ടായിട്ട് വേർതിരിക്കുക. നമ്മൾ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഈ കുട്ടികളുടെ ഒരു വേർതിരിവ് കാണുന്നത്. ബേബി കെയർ ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിലെ കാര്യം പറയുന്നത് ഭയങ്കര സ്കോപ്പാണ്. നമ്മൾ 60,000 കുഞ്ഞുങ്ങളാണ് ഇന്ത്യയിൽ ഒരു ദിവസം ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ സാധ്യത അത്രത്തോളം വലിയ സാധ്യത. ആദ്യമായിട്ട് മാറ്റേണ്ടത് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് മസ്റ്റായിട്ട് വേണം. അതുപോലെ നമ്മൾ കുട്ടികളെ ജോലിക്ക് വേണ്ടി വളർത്താതിരിക്കുക. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നല്ലൊരു വിഷനുള്ള ഒരു ബ്രാൻഡിന്റെ ഓണറാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. സോ ലെറ്റ്സ് വെൽക്കം ഷാജു തോമസ്. ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന സർ ഇന്ന് 250 കോടി ടേൺ ഓവർ ഉള്ള ഒരു ബ്രാൻഡിന്റെ ഓണറാണ്. ആ ജേണി ഒന്ന് പറയാമോ? ഞാൻ ഈ ടേൺ ഓവറിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആളല്ല. 250 കോടി അല്ലെങ്കിൽ അത് നമ്പേഴ്സാണ്. ശരിക്കും നമ്പേഴ്സിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എന്താ പറയുക, നമ്പേഴ്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചിന്തിക്കാത്ത സമയമാണ്. എങ്കിലും ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. റബ്ബറിൻ്റെ കളക്ട് ചെയ്തിട്ട് അതായത് അതിൻ്റെ MRFന് സപ്ലൈ ചെയ്യുന്നതായിരുന്നു. അപ്പം എൻ്റെ വീട് ഇപ്പം ഞാൻ ജനിച്ച കാലം മുതൽ തന്നെ എൻ്റെ വീട്ടിലൊരു ബിസിനസ് അന്തരീക്ഷമാണ് നമ്മളിത് കണ്ടാ വളരുന്നത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളിലായാലും ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആയാലും നമ്മളിത് കാണുന്നുണ്ട്. അതിൽ യാത്ര ചെയ്യുമ്പോൾ ഫാദറിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, നമ്മളെയും കൂടി അതിൽ കൂടി ആ ജേണിയിൽ നമ്മളെയും കൂടി കൂടെ കൂട്ടുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പല പല കോഴ്സുകൾ പഠിക്കുക. അന്നത്തെ സമയത്ത് ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ പഠിക്കുക. ഞങ്ങളുടെ ജനറേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ എന്തിനും നമുക്ക് ഇതാ ഒരു ചൂണ്ടുപലക ഉണ്ട്. അന്നത്തെ സമയത്ത് ഒന്നുമില്ല. അവിടെ കുറേ ആളുകൾ അവിടെ പോയി രക്ഷപ്പെട്ടു, ഇവിടെ പോയി രക്ഷപ്പെട്ടു, ആ കോഴ്സ് കഴിഞ്ഞു, ഈ കോഴ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി, അതായത് +2 കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, ഗവൺമെൻറ് കോഴ്സ് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റുഡിയോ തുടങ്ങി. ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത് ഇന്നത്തെ ഒരു പ്രശസ്ത സിനിമ നടൻ സലീം കുമാറായിരുന്നു സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. അതെ അതെ. എൻ്റെ വിഷൻ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാനൊരു വലിയ വിഷനിലാണ്. ചെറുതായിട്ട് തുടങ്ങുകയാണെങ്കിലും അതെ അന്ന് അങ്ങനെ ചിന്തിച്ചില്ല, പക്ഷേ ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ആ സ്റ്റുഡിയോ നന്നായിട്ട് ഇന്നും നിലമ്പൂരിലെ ഏറ്റവും നല്ല സ്റ്റുഡിയോ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ. അതെ അതെ. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഞാനത് ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹം അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അന്നത്തെ സമയത്ത് പ്രാദേശികമായ എല്ലാ സ്പോൺസറിങ് ഒക്കെ ഞങ്ങളെ സ്റ്റുഡിയോ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആ കോളേജിലെ എല്ലാവിധ ഫോട്ടോഗ്രാഫി എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോഗ്രാഫി അതിൻ്റെ കൂടെയായിട്ട് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യാതെ, എസ്പെഷ്യലി തമിഴ്നാട്, കർണാടകയുടെ ചില ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത് ഫോട്ടോ എടുക്കുക. അപ്പോൾ അപ്പോഴും എനിക്ക് എന്താ പറയുക, ഒരു അന്നത്തെ സമയത്ത് ഈ പത്രപ്രവർത്തകർക്ക് ഭയങ്കര ഒരു അന്നത്തെ സിനിമകളിലൊക്കെ ജേർണലിസ്റ്റ് ഒക്കെ ഒരു ഭയങ്കര ഒരു വാല്യൂ ഉള്ള, കാരണം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഞാൻ അത്തരം അതൊക്കെ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പം അങ്ങനെ താല്പര്യം തോന്നി. ഞാനങ്ങനെ
ഒരു ജേർണലിസം കോഴ്സ് കഴിഞ്ഞ് ഞാൻ കേരളത്തിലെ തന്നെ ഏറ്റവും ലീഡിങ് പത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ തന്നെ എനിക്ക് ഞാൻ ഫോട്ടോഗ്രാഫിയും ഈ ജേർണലിസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഗ്ലാമറുള്ള, പക്ഷേ ഞാൻ അവിടെ നിന്ന് ഹാപ്പി അല്ല. കാരണം എൻ്റെ വീട്ടിൽ ഫാദർ ബിസിനസ്സുകാരനാണ്, അത്യാവശ്യം നന്നായി പോകുന്നു. പിന്നെ ഞാൻ ഈ സ്വപ്നം കണ്ടതൊന്നും ഒരു പത്രത്തിൽ വന്നാൽ എല്ലാം തുറന്നെഴുതാൻ പറ്റുന്നൊരു സാഹചര്യം ഒന്നുമല്ലല്ലോ. നമ്മൾ സിനിമയെ കാണുന്നതല്ല ലൈഫ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഞാനൊരു ബേബി ഷോപ്പിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ചെന്ന് മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബേബി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് ഈ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലാണ്, അവിടുന്ന് തൊട്ടടുത്താണ്, അന്ന് ജില്ലാ ആശുപത്രിയാണ്. അപ്പോൾ അവിടുന്ന് കണ്ടതെന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഡ്രസ്സ്, ജസ്റ്റ് ബോണിൻ്റെ ഡ്രസ്സിന് ഭയങ്കര ഡിമാൻഡാണ്. എത്ര എണ്ണം കൊണ്ടെന്ന് വെച്ചാലും വിറ്റ് പോകും. അപ്പോൾ ഈ വന്ന് ആൾക്കാർ അപ്പം തന്നെ മേടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നോട് ചോദിക്കും, ഞാൻ പലപ്പോഴൊക്കെ പോയിരിക്കും, ചോദിക്കും ഇത് നിങ്ങൾ കൊണ്ട് വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഈ പാറ്റഗുളിക ഉണ്ടല്ലോ, അതിട്ടുണ്ടാവും ഈ ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ സപ്ലൈ ചെയ്യുന്ന സപ്ലൈയറോട് ചോദിക്കും ഇതെന്താ കാരണം. അപ്പോൾ ഇത് സൾഫറിൽ വരുന്നതുകൊണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ജീവികൾ വെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അത് സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്ന് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കുട്ടികൾക്ക് ഡയറക്റ്റ് ഇടാൻ പാടില്ല, കാരണം വാഷ് ചെയ്തൊക്കെ ഇട്ട് യൂസ് ചെയ്യാനേ പാടില്ല. അത്രയും മോശമുള്ള രീതിയിലാണ്. 6 രൂപയാണ് ഈ കെട്ടുടുപ്പിൻ്റെ വില അന്നത്തെ സമയത്ത്, MRP, മനസ്സിലായി. അപ്പം അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് അന്ന് ഞങ്ങളെ ഈ മലപ്പുറം ജില്ലയാണല്ലോ, അവിടെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരും. ഇവരൊക്കെ നല്ല രസമുള്ള എന്താ പറയുക ഡ്രസ്സൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പോർട്ട് പോകുന്നൊക്കെ. അപ്പോൾ അതിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ കാണാം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അപ്പം അത്തരം സാധനങ്ങൾ നമ്മൾ പുറത്തോട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ജേർണലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്ത് എനിക്കറിയാം തിരുപ്പൂരും ബോംബെയിലും കൊൽക്കട്ടയിലൊക്കെ മാനുഫാക്ചറിങ് ഉണ്ട്. അങ്ങനെ ഞാനങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങിയാലോന്ന് ആലോചിച്ചിട്ട് ഞാൻ തിരുപ്പൂർ പോയി ചെറുതായിട്ട് കെട്ടുടുപ്പ് അവിടുന്ന് ഞാൻ അവിടെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ചെറുതായിട്ട് നമ്മുടെ ഷോപ്പിൽ വെച്ചു. ഭയങ്കര ഡിമാൻഡ്, പക്ഷേ വില കുറച്ച് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. കാരണം ക്വാളിറ്റി ഉള്ള എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങൾ സ്വരൂപിച്ച് കൊണ്ടു കഴിഞ്ഞപ്പം അതിന് കുറച്ച് വില കൂടിപ്പോയി. പക്ഷേ അതിന് ആളുകൾ നമ്മുടെ ഷോപ്പിലിട്ടോ റിപ്പീറ്റ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഇത് എന്തുകൊണ്ടൊരു ബ്രാൻഡായിട്ട് കൊണ്ടുപോയിക്കൂടാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജേർണലിസ്റ്റിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റും കൂടി ഒരു കോഴ്സാണ്. അങ്ങനെ ഞാനൊരു ബ്രാൻഡ്, അങ്ങനെയാണെന്ന് ഞാൻ പോപ്പീസ് എന്നുള്ള ഒരു പേര് രജിസ്റ്റർ ചെയ്ത് ഞാൻ ചെറുതായിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് എൻ്റെ ബ്രാൻഡിൽ ചെയ്തു. പക്ഷേ അപ്പോഴേക്കും നമുക്ക് MOQ ഒക്കെ വലിയ വിഷയമാണ്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ പ്രൈസ് ഭയങ്കര ഹൈ ആയി പോകുന്നു. അങ്ങനെ ഞാൻ 2005 സ്വന്തമായിട്ടൊരു ഫാക്ടറി മലപ്പുറത്ത് തുടങ്ങി. അതാണ് എൻ്റെ കരിയറിൻ്റെ തുടക്കം, അതായത് ഈ പോപ്പീസ് ജേണിയുടെ തുടക്കം. അതുപോലെ ഞാൻ എക്സ്പോർട്ട് ക്വാളിറ്റി ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ തിരുപ്പൂർ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം തിരുപ്പൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറേ ഡ്രസ്സുണ്ട്. അപ്പം ഞാൻ അവിടെ നമ്മളെപ്പോഴും സ്വാഭാവികമായിട്ട് അവിടെ ഇറങ്ങുന്ന സമയത്ത് എവിടുന്ന് നമുക്കൊന്നും അറിയില്ല. കാരണം സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം എവിടെ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി. അന്ന് എന്തെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവോ ഒക്കെ ഉള്ളൂ. അപ്പം ഞാനവിടെ ഇറങ്ങി സ്റ്റേഷൻ്റെ അടുത്തുള്ള 1-2 ആളുകൾ ചോദിച്ചു, ഞാനിങ്ങനെ ഗാർമെൻറ്റ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഡൊമസ്റ്റിക് ആണോ എക്സ്പോർട്ടാണോ, ഡൊമസ്റ്റിക് ഓർ എക്സ്പോർട്ട്. ഞാനപ്പം എന്താ അങ്ങനെ വേർതിരിവ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വേർതിരിവ് ഞാൻ മനസ്സിലാക്കി തുടങ്ങി അവിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കേരളത്തിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഒരു ഡൊമസ്റ്റിക്കാണ്. അവിടെ എന്നോട് കാതർപേട്ട് എന്ന സ്ഥലത്ത് നിങ്ങൾ കാതർപേട്ട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാതർപേട്ടിൽ ഞാൻ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ വരുന്ന ഈ പാറ്റാക്കുളി കെട്ട് വെച്ചിട്ട് ഉടുപ്പ് അട്ടിയായിട്ട് ഇങ്ങനെ കെട്ടാക്കിയിട്ട് ആ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ഇപ്പോൾ പോലും കാണട്ടോ, ഇപ്പോഴും നമ്മുടെ പല കടകളിലേക്കും വരുന്നുണ്ട്, അതിങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പം ഞാൻ അവിടെ ചെന്ന് എന്നെ കൊണ്ടുപോയാലോട് ഞാൻ പറഞ്ഞു എനിക്കിതല്ല വേണ്ടത്, അപ്പോഴേക്ക് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ ഡ്രസ്സ്, ഞാൻ കൊണ്ടുപോയ ഡ്രസ്സെല്ലാം കാണിച്ചത്, ഇതെല്ലാം എക്സ്പോർട്ട്, ഇവിടെ കിട്ടുകയല്ല, നിങ്ങൾ എക്സ്പോർട്ട് കമ്പനി പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്നാ കൊണ്ടുപോകാം. അവിടെ ചെല്ലുന്ന സമയത്ത് സെക്യൂരിറ്റി അതിനുള്ള കയറാൻ പോലും സംഭവിക്കില്ല. കാരണം അന്ന് ഡൊമസ്റ്റിക്കിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് വിഞ്ചിലൊക്കെ ഡൈ ചെയ്യുന്ന വേറൊരു ഏരിയ, എക്സ്പോർട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുക, കുഞ്ഞുങ്ങളെ എക്സ്പോർട്ടും ഡൊമസ്റ്റിക്കും ഒക്കെ കുട്ടികളാണല്ലോ, സ്കിന്നൊന്നാണല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ജേർണലിസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയാണ്. കാരണം കുട്ടികളെ രണ്ടായിട്ട് വേർതിരിക്കുക. നമ്മൾ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഈ കുട്ടികളുടെ ഒരു വേർതിരിവ് കാണുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്കിത് മതി. അങ്ങനെ ഒരു എക്സ്പോർട്ട് സർപ്ലസ് ഫാബ്രിക് കിട്ടുന്ന സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയ അതേ സെയിം ഫാബ്രിക് എക്സ്പോർട്ട് സർപ്ലസിൻ്റെ, അങ്ങനെ അവിടുന്ന് എടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട്. പക്ഷെ അവിടെയും പ്രശ്നം ഞാൻ ഈ MOQ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട്
കൂടി. അപ്പോൾ ഒരു 6 പേരൊക്കെയുള്ള ചെറിയ യൂണിറ്റ് ചെന്നത് അവരുടെ സമയത്ത് അന്നത്തെ സമയത്ത് 6 പേര് ഇരുന്നാൽ പോലും അന്നൊരു 1500 പീസ് പ്രൊഡക്ഷൻ എടുക്കും. എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, എനിക്ക് ഒരു 300 പീസൊക്കെ മതി പ്രൊഡക്ഷൻ. അങ്ങനെ എനിക്കിത് ശരിക്കും വില കൂടിയും ചെയ്തു. പക്ഷെ ഞാൻ ക്വാളിറ്റിയിൽ അന്നത്തെ സമയത്തും വിട്ടുവീഴ്ച ഇല്ലാതെ കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബേസിക്കലി സാർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ ആദ്യകാലത്തൊക്കെ. അപ്പോൾ ആ ഒരു ജേർണലിസ്റ്റ് ഫീൽഡ് സാറിൻ്റെ ബ്രാൻഡിനെ, പോപ്പീസ് എന്നൊരു ബ്രാൻഡിനെ എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ ജേർണലിസ്റ്റ് ആയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, സമൂഹത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് എതിരെ പ്രതികരിക്കുക എന്നൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്, എനിക്ക് അവരുടെ കൂടെ കൂടി എനിക്ക് ആ ബിസിനസ് ചെയ്താൽ മതി എന്ന്. അപ്പം ഞാനിത് ഈ രംഗത്ത് വരുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഓരോ എല്ലാവരും ഒരു പൊതുപ്രവർത്തനം, അതായത് സാമൂഹ്യ പ്രവർത്തനമാണല്ലോ. ഓരോ ബിസിനസ്സിലും ഒരു സാമൂഹ്യ പ്രവർത്തനം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് ആ ജേർണലിസ്റ്റായി വന്നതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ ബിസിനസ് വന്ന സമയത്ത് എവിടെയൊക്കെ എനിക്ക് എത്തിക്സ് വേണം, ബിസിനസ്സിൽ എത്തിക്സ് വേണം എന്നുള്ളത് ഞാൻ കൃത്യമായി ഡേ 1 മുതൽ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ആ എത്തിക്സ് വേണം. കാരണം ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ താഴെ ഭാഗത്ത് വരുന്ന ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ സാധനം പോപ്പീസിൻ്റെ ഏത് ഡ്രസ്സ് എടുത്താലും മതി, അതിന് ഞങ്ങളൊരു എക്സ്ട്രാ സ്റ്റിച്ച് ഇടും. നോർമലി എല്ലാ കമ്പനിയും ഓരോ ഓപ്പറേറ്റർ തയ്ച്ച് വിട്ടാൽ മതി, ഒറ്റ സ്റ്റിച്ച് അടിച്ച് തയ്ച്ച് വിട്ടാൽ മതി. പക്ഷെ ഇതെന്ത് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തുമ്പ് അഴിഞ്ഞ് പോരും. ഞങ്ങളത് എക്സ്ട്രാ ഒരു ഓപ്പറേറ്ററെ വെച്ചിട്ട് അവിടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യും. അതിന് അന്നൊക്കെ ഒരു 25 പൈസ അന്നത്തെ കാലത്ത് വരും, ഇന്നൊരു 1.5 രൂപ ശരിക്കും ആ ഒരു സ്റ്റിച്ചിന് മാത്രം വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി കുഞ്ഞിൻ്റെ ഒരു ബട്ടൺ തയ്ക്കുന്ന കാര്യത്തിനായാലും ഒരു ബോ വയ്ക്കുന്ന കാര്യത്തിനായാലും എല്ലാത്തിലും ഞാൻ ആ ഒരു കൃത്യത പാലിച്ചിട്ടുണ്ട്. ആ പാലിച്ചത് കൊണ്ടാണ് ഇന്ന്, കാരണം കേരളത്തിലെ നോർത്തേൺ പാർട്ടിലെ ഒരു സ്മോൾ വില്ലേജിൽ നിന്നാണ് പോപ്പീസ് തുടങ്ങുന്നത്. അതിന്ന് ഞങ്ങൾക്ക് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റിയത് ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട്, ഞാൻ എത്തിക്സ് പുലർത്തിയതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിൻ്റെ ലൈഫിലൊരു ഹാർഡസ്റ്റ് മൊമെൻറ്റ്, ലൈഫിൽ ഒരു കാരണവശാലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ച ഒരു ഹാർഡസ്റ്റ് മൊമെൻറ്റ് ഏതായിരിക്കും? ഈ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ അറിയുമോ, ഇത് ഇന്നത്തെ തലമുറയൊക്കെ ചിന്തിക്കേണ്ട എൻ്റെ മക്കളൊക്കെ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷമമുള്ളൊരു ഘട്ടം ഉണ്ടായി. കാരണം എനിക്കൊരു ചെറിയൊരു അസുഖം വന്നു. 10th എക്സാമിൻ്റെ സമയത്ത് അസുഖം വന്നു. എനിക്ക് മാർക്ക് എല്ലാം പറ്റ കുറഞ്ഞു പോയി. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും അന്നത്തെ റെഗുലർ കോളേജിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് റെഗുലർ അഡ്മിഷൻ എടുത്തു. എനിക്ക് മാർക്ക് വളരെ കുറഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാത്രം അത് ഒന്നിൽ ഇപ്പോൾ പുറത്ത് പാരലൽ കോളേജ് പഠിക്കണം. ഞാൻ അന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്, ഞാൻ 10th വീണ്ടും എഴുതി. പാസ്സായ ഞാൻ വീണ്ടും 10th എഴുതിയിട്ട് ഞാൻ മോശമില്ലാത്തൊരു മാർക്ക് വാങ്ങി സെയിം കോളേജിൽ ഞാൻ പോയിട്ട്, ആ കോളേജിൽ ഞാൻ പോയതും കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ടും. അന്നത്തെ എൻ്റെ ആ +2 കാലത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ഒരാൾ അന്ന് എൻ്റെ ഒരു കോളേജ് മേറ്റ്, ഇന്നത്തെ കേരളത്തിലൊരു ഫേമസ് MLA ആണ്, MLA ആയിരുന്നു. അങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് ഒരുപാട് ഉണ്ടായി. അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് അതിനെ നമുക്ക് സിമ്പിളായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതായിരിക്കും അതിനെ ഓവർകം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് ഞാൻ അന്ന്, അത് ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും, വലിയൊരു പ്രശ്നം വരികയാണെങ്കിൽ പോലും ഞാൻ അതിനെ വളരെ സിമ്പിളായിട്ട് എടുക്കും. ഞാൻ വിചാരിക്കും അപ്പോൾ എനിക്ക് സുഹൃത്തുക്കൾ ചിലപ്പം ഈ അടുത്ത കാലങ്ങളിലൊക്കെ എനിക്ക് വലിയ പ്രാദേശികമായിട്ടൊക്കെ പൊളിറ്റിക്കലി എനിക്ക് ഇടപെടേണ്ട വലിയ പ്രശ്നങ്ങൾ വരും. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാ പാർട്ടിയിലുണ്ട്. ഞാൻ ഒരാളെ പോലും വളരെ അപൂർവമായിട്ട്, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും എൻ്റെ കൂടെയുള്ള നല്ല സ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ട്, പരിചയമുള്ളവരുണ്ട്, ഞാൻ വിളിക്കാറില്ല. ഞാൻ എന്താ ചിന്തിക്കുക, ഇതിലും വലിയൊരു പ്രശ്നം എനിക്ക് വരാനുണ്ട്. ഇതൊക്കെ എൻ്റെ ബന്ധങ്ങളെല്ലാം എൻ്റെ ആവനാഴിയിലെ ഓരോ അമ്പുകൾ എനിക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യേണ്ടതാണ്. ഇതെടുത്ത് ഞാൻ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും, എനിക്ക് ആവശ്യമുള്ള സമയത്ത്, കാരണം ഞാൻ കുഞ്ഞു കാര്യങ്ങൾക്ക് ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മിസ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ടഫ് എന്നുള്ള ചിന്തിക്കുന്ന ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാദറിൻ്റെ, എനിക്ക് കാരണം തീരാത്തൊരു വേർപാട് തന്നെ, എൻ്റെ അച്ഛൻ 2011 ഫാദറിൻ്റെ മരണമാണ് എന്നെ ഏറ്റവും കൂടുതൽ, അത് പിന്നെ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓവർകം ചെയ്യാൻ പറ്റും തന്നെയാണ് ഒരു വിശ്വാസം. സാറിൻ്റെ ബിസിനസ്സിലുള്ള ഒരു മെയിൻ പ്രത്യേകത എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇത് വാങ്ങുന്നവരല്ല ഉപയോഗിക്കുന്നത്. അറിയാലോ, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ്. ഞങ്ങളൊരു മാക്സിമം ഒരു 4 year 5 year വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സാണ്. ആദ്യം ഒരു 2 years വരെ ഉള്ളായിരുന്നു. ഇതിൻ്റെ ഉപഭോക്താവിന് ഓർമ്മയുണ്ട്, ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തതാണ് ഞങ്ങളുടെ കൺസ്യൂമർ യഥാർത്ഥത്തിൽ.
അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഭയങ്കരമായിട്ട് കൂടി. കാരണം കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അവർ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ. പക്ഷേ ഇത് വാങ്ങാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ അവർ വിലയായിരിക്കും നോക്കുക, ചിലപ്പോൾ അവരുടെ കംഫർട്ടായിരിക്കും നോക്കുക, കുഞ്ഞിൻ്റെ കംഫർട്ട് ആവില്ല നോക്കുക, പല കാര്യങ്ങളിലും. പിന്നെ ഇത് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകളാണ്, അവർ ചിലപ്പോൾ വിലയായിരിക്കും നോക്കുക. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട്, കാരണം എൻ്റെ യൂസർ എന്ന് പറഞ്ഞത് ഞാൻ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇതിൻ്റെ എൻഡ് യൂസർ. എനിക്കും വിവാഹത്തിന് ശേഷം എനിക്കും എൻ്റെ വൈഫിനും, ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലെ ചെറിയ ആളുകളാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഡേ 1 ഞാൻ എടുത്തൊരു ഉത്തരവാദിത്തമാണ്. പോപ്പീസിൻ്റെ ഒരു ഡ്രസ്സ് പോലും ഒരു കുഞ്ഞ് ഉപയോഗിച്ചിട്ട് ആ കുഞ്ഞിന് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതുകൊണ്ട് കുഞ്ഞ് കരയാൻ പാടില്ല എന്നുണ്ട്. ആ കാര്യം ഇന്ന് ഓരോ കാര്യത്തിലും അതിൻ്റെ ബട്ടൺ വെക്കുന്നതായാലും ബോ വെക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം നീഡിൽ പോളിസി ഉണ്ട്, കമ്പനിയുടെ നീഡിൽ പോളിസി ഉണ്ട്. ഒരു നീഡിൽ ഇത് ശരിക്കും എക്സ്പോർട്ട് കമ്പനികളിൽ മാത്രമേ ഉള്ളൂ. ഉടഞ്ഞു കഴിഞ്ഞാൽ ആ നീഡിൻ്റെ 2 പാർട്ടും കൊണ്ടുവന്നാലേ നമ്മൾ പുതിയ നീഡിൽ ഇഷ്യൂ ചെയ്യുള്ളൂ. ആ നീഡിൽ പോളിസി, കാരണം ആ നീഡിൽ ഉടഞ്ഞിട്ട് അതിൻ്റെ ഒരു തുമ്പ് ഇതിനകത്തിരുന്ന കുഞ്ഞിൻ്റെ മേത്ത് തട്ടി സ്ക്രാച്ച് ആകാനൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല അതെല്ലാം ഇങ്ങനെയൊക്കെ പോളിസി വെച്ചതിന് ശേഷം എല്ലാ ഡ്രസ്സും നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തി വിടുന്നുണ്ട്. കമ്പനിയിൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട്, അതല്ലാതെ ആ ഫൈനൽ സെക്ഷനിലേക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ബൈപ്പാസ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവിടെ എല്ലാ ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സും ഒരു ചെറിയ തുമ്പ് നീഡിലുണ്ടെങ്കിൽ പോലും അത് റിജക്റ്റ് ആവും. അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡ്രസ്സ് ഉണ്ടാക്കുന്നതും. അതുപോലെ ഒരു 20 കൈകളിലൂടെ ചെക്ക് പോയിന്റിലൂടെ കടന്നിട്ടാണ് പോപ്പീസിൻ്റെ ഒരു ഡ്രസ്സ് പുറത്തിറങ്ങുന്നത്. അത് പിന്നീട് ഞങ്ങളുടെ സോപ്പർ ഉണ്ടാക്കിയപ്പോഴും ഡയപ്പറിൻ്റെ കാര്യത്തിലും ഞങ്ങൾ ഓയിൽ ക്രീം എല്ലാം ഞങ്ങൾ വന്ന സമയത്തും വൈപ്സ് ഉണ്ടാക്കിയ സമയത്തും എല്ലാം ഞങ്ങൾ ഈ ഒരു പോളിസി എന്താണ് എൻഡ് യൂസർ, ഞങ്ങൾ അതിന് അഭിപ്രായം പറയാൻ പറ്റാത്ത എൻഡ് യൂസറാണ് ഇരിക്കുന്നത്. കരയാൻ മാത്രം അറിയുന്ന എൻഡ് യൂസറാണ്. അവരോട് നമ്മളൊരു കൂറ് പുലർത്തിക്കൊണ്ടാണ് പോപ്പീസ് മുന്നോട്ട് പോയിട്ടുള്ളത്. പോപ്പീസ് ഇന്നൊരു ട്രസ്റ്റബിൾ ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ബ്രാൻഡ് ആവാൻ അത്ര എളുപ്പമല്ല, അത്രയും നല്ല ഒട്ടും എളുപ്പമല്ല. അപ്പം സാറിനെ ഹെൽപ്പ് ചെയ്തത് എന്താണ് ഇങ്ങനൊരു ബ്രാൻഡ് ആകാൻ ഹെൽപ്പ് ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ ചേട്ടനും ഞങ്ങൾ ഒരു ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ നന്നായിട്ട് ബ്രാൻഡ് യൂസ് ചെയ്യും. അന്നത്തെ വലിയ വലിയ ബ്രാൻഡ് യൂസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അതിന് പുറമെ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ മക്കളോട് പറയും, ഞങ്ങൾ വായിച്ചിട്ടില്ല അത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചില്ല, നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കും. അപ്പം ഈ ബ്രാൻഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളൊരു 10th സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് ബ്രാൻഡ് എന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ബ്രാൻഡ് ആവുന്നു? അന്ന് ഇത്ര വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡൊന്നുമില്ല, എങ്കിലും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളെ കുറിച്ച് പഠിക്കും. എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് ആളുകൾ ഒരു സാധനത്തെ, ഇപ്പം ഞങ്ങളന്ന് ഉപയോഗിച്ചിരുന്ന അന്നത്തെ ഡെനിം ഒക്കെ എന്തുകൊണ്ട് ആളുകൾ ഇത് റിപ്പീറ്റ് വരുന്നു? അപ്പോൾ ഞങ്ങളതിൻ്റെ സ്റ്റിച്ചും അതിൻ്റെ ഒരു പെർഫെക്ഷനും അത് റിപ്പീറ്റ് ആളുകൾ ഈ സൺനെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ഡെനിം ബ്രാൻഡ് ഉണ്ട്, കില്ലർ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നുണ്ട് ആ ബ്രാൻഡൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ട് ആളുകൾ റിപ്പീറ്റ് വരുന്നൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. ഞങ്ങൾ അന്ന് അതിന് തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത് അന്ന് വില കുറഞ്ഞ ജീൻസ് കിട്ടും, വില കുറഞ്ഞ ഷർട്ട് കിട്ടും, അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങൾ കിട്ടും ആളുകൾ. പക്ഷെ നമ്മളിതിട്ട് കോളേജിലോ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ആളുകളുടെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഫീൽ വരും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, സുഹൃത്തുക്കളായിട്ട് ചർച്ച ചെയ്യുന്നു. ഇതാണ് പിന്നീട് ഞാൻ ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയ സമയത്തും ഞാൻ പാലിച്ചത്. എന്തുകൊണ്ട് ഞാൻ അന്ന് അത് റിപ്പീറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി? അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ആളുകൾ റിപ്പീറ്റായിട്ട് വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാനിതിൻ്റെ തുടക്കം മുതലുള്ള ലോഗോ ഡിസൈൻ ചെയ്യുന്ന മുതൽ അതിൻ്റെ എന്താ പറയുക, ഓരോ കാര്യത്തിലും ഞാൻ എന്തുകൊണ്ട് ഒന്നിനെ ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രൊഡക്റ്റും എൻ്റെത് മേടിക്കാൻ വരുന്നവരും ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഡേ 1 മുതൽ, അന്നത്തെ സമയം മുതൽ ലോഗോ രജിസ്റ്റർ ചെയ്യുന്ന അതിൻ്റെ കളറ്, തീം, ഞാൻ പിന്നീട് എടുക്കുന്ന ഒരു പാക്കിങ്. ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ബോക്സ് ഒന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പോപ്പീസാണ് ഒരു കൾച്ചർ, ഒരു പുതിയ ബോക്സ്. അതായത് ഒരു ഡ്രസ്സ് വാങ്ങിയാൽ പോലും ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കിട്ടുന്ന രീതിയിലൊരു ബോക്സ് കൾച്ചർ. ആ ബോക്സ് എന്നൊരു പോപ്പീസ് എന്നുള്ള ആൾക്കാർ പോയിട്ടൊന്ന് ആ കുഞ്ഞുടുപ്പ് ചോദിക്കുന്നത് ഒരു കുട്ടികളുടെ ഡ്രസ്സ് എന്നല്ല, ഒരു പോപ്പീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ മാറുന്ന രീതിയിൽ കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അത് ഞാൻ മനഃപൂർവ്വമായിട്ടല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനത് വളരെ നല്ലൊരു ഹാബിറ്റ് അതിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആളുകൾ അതിനെ ഇഷ്ടപ്പെട്ടു. അത് റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ടായി. അങ്ങനെയാണ് നമ്മളിന്ന് ഈ പറഞ്ഞ തിരുവാലി എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള സാധനം ഞങ്ങൾക്ക് ഇന്ന് UAE ഇപ്പം 4 ഷോറൂമായി. UAE ഞങ്ങൾ ഇന്റർനാഷണൽ 30 രാജ്യങ്ങളിലേക്ക് പോപ്പീസ് എത്തിക്കാൻ സാധിച്ചൊക്കെ ഇതുകൊണ്ടാണ്. സാർ പോപ്പീസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 23 വർഷമായി നിൽക്കും. അപ്പോൾ
ആ ഒരു സെൽഫ് 23 വർഷത്തിന് മുന്നേ സാർ എങ്ങനെയായിരുന്നു? ഇപ്പൊ ആ ഒരു സെൽഫിനെ സാറിന് മുന്നേ കിട്ടുവാണെങ്കിൽ സാർ എന്തായിരിക്കും പറയാ? അത് ഞാൻ 23 വർഷം മുമ്പുള്ള ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഞാൻ കുറച്ചും കൂടി സ്കിൽ ഡെവലപ്പ് ചെയ്യായിരുന്നു. എനിക്കൊരുപാട്, കാരണം ഒരു സംരംഭകന് ഓണ്ടർപ്രണർക്ക് ഒരുപാട് സ്കിൽ ആവശ്യമുണ്ട്. എനിക്ക് എന്ത് സ്കില്ലാണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരുപാട് സ്കില്ലൊന്നുമില്ല. ഞാൻ മാനുഫാക്ചറാണ്, ഞാൻ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്, ഞാൻ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ റീറ്റെയിൽ ചെയ്യുന്നു, ഞാൻ ഹോൾസെയിൽ ചെയ്യുന്നു, ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്നതെല്ലാം ഡിഫറെൻറ്റ് ഡിവിഷനായി. മനസ്സിലായില്ലേ? ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ലാസ്റ്റ് ഒരു 5 ഇയർ അല്ലെങ്കിൽ 6 ഇയർ ആയിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഞാൻ മനസ്സിലാക്കി, ഇതെല്ലാം കൂടി ആയി. അപ്പോഴേക്കും ഞാനതിനെല്ലാം ഓരോ ഹെഡ് എത്തി, ഒരു സിസ്റ്റം വന്നു, ഒരു കൾച്ചർ വന്നു. പക്ഷേ ഞാൻ ഇന്ന് വരുന്ന ഒരു പുതിയ, അപ്പം ഞാൻ 23 വർഷം മുമ്പ് എന്നോട് പറയാനെന്ന് വെച്ചാൽ ഇന്ന് വരുന്ന പുതിയ തലമുറയുടെ എനിക്ക് എന്ത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് കുറേ എഡ്യൂക്കേഷൻ അല്ല, വിദ്യാഭ്യാസം വേണം. നമുക്കൊരു വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷൻ അനുസരിച്ചുള്ളൊരു സ്കില്ലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഒരു സ്കില്ല് മാത്രം പോരാ, ഇപ്പോൾ ഒരു സ്കില്ലിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോന്നിലും അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നു. പക്ഷേ കോമൺ ആയിട്ട് അവർക്ക് എല്ലാ സ്കില്ലും ഉണ്ട്, എല്ലാം അറിയാം. അതുപോലെ നമ്മൾ ഒരു ഓണ്ടർപ്രണറായി വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും അത്യാവശ്യം ഒരു നോളജും ഒരു സ്കില്ലും നമ്മൾ ഡെവലപ്മെൻറ്റ് വേണം. ഇപ്പോൾ കേട്ടില്ലേ, ഒരു ഗുജറാത്തിലെ ഒരു വജ്ര വ്യാപാരി നമ്മുടെ നാട്ടിൽ വന്നിട്ട് മകനോട് കേരളത്തിൽ വന്നിട്ട് ഇറക്കി വിട്ടു പറഞ്ഞു, കാരണം അവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിപ്പോഴും എന്താ പറയുക, നമ്മുടെ മക്കളെ ഭൂരിഭാഗം കേരളത്തിൽ ഇന്നത്തെ സമയത്ത് മക്കളെ ആരെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് മാറ്റം വന്നു. സംരംഭകൻ, മോൻ പോയിട്ട് അല്ലെങ്കിൽ മോള് പോയിട്ട് സംരംഭക ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു 8th മുതൽ അല്ലെങ്കിൽ ജനിക്കുന്ന ഒരു 4ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടിയോട് വരും, നീ സംരംഭകയാകണം. ഇപ്പം ചിലപ്പോൾ ഫാമിലി ബിസിനസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം അതുപോലും പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറയുന്നില്ല. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സമയത്ത് അല്ലെങ്കിൽ നേഴ്സാകുക, ആ രീതിയിലാണ് നമ്മുടെ തലമുറയെ വളർത്തുന്നത്. അപ്പം എന്നോട് ഞാൻ പറയുന്നത്, എന്നെ അങ്ങനെയായിരുന്നു, എനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ, എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. അപ്പം എന്നോട് പറയുന്നത്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലാണ്. സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്തിനേയും നമുക്ക് തരണം ചെയ്ത് നമുക്ക് ബ്രാൻഡ് ഉണ്ടാക്കുക, എന്താ പറയുക, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. നമ്മളൊരു സ്വയം ഒരു ഓണറായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് സാറിന്റെ ബ്രാൻഡിനെ വ്യത്യസ്തമാക്കുന്ന ഒരു 3 ഫാക്ടേഴ്സ് പറയാൻ പറ്റുമെങ്കിൽ എന്തൊക്കെയായിരിക്കും? ബേബി ബ്രാൻഡ് കാര്യമാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് ഞാൻ ആദ്യം പറയുന്നത്, ഞാനൊരു വിൽക്കാൻ ശ്രമിക്കുന്ന ആളല്ല. മറ്റ് എല്ലാ ബ്രാൻഡുകളും, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഞാൻ പിന്തുടരുന്ന ആഗ്രഹിക്കുന്ന ചില ബ്രാൻഡുകളുണ്ട്. അവരുടെ പ്രത്യേകത വെച്ചാൽ അത് ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തോ, മമ്മാസ് ആൻഡ് പപ്പാസ് എന്നൊരു UK ബേസ്ഡ് കമ്പനി ഉണ്ട്. അവരൊന്നും ആ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ വിൽപ്പനക്കാരില്ല. അവിടെ ഒരൊറ്റ സ്റ്റോർ കീപ്പറേ ഉള്ളൂ. UK ബേസ്ഡ് ബ്രാൻഡാണ്. അത് ഈ അടുത്ത കാലത്തേ കാണും. ഞാനിത് ഒരു 20 വർഷം മുമ്പ് ഞാൻ എൻ്റെ സെയിൽസ് ടീമിനോട് പറഞ്ഞത്, പോപ്പീസ് ഒരിക്കലും നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കരുത്. എല്ലാ ബ്രാൻഡും എന്താ ചെയ്യുന്നത് അറിയോ, വിൽക്കാനാണ് ശ്രമിക്കുന്നത്. വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത്, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്, നമ്മളുടെ ഒരാൾ നമ്മളെ സെല്ല് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാം, അപ്പം നമ്മളെ സെല്ല് ചെയ്യാൻ വരികയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു സാധനം നമ്മൾ പുഷ് ചെയ്ത് സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. അതിൻ്റെ ക്വാളിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും, ചിലപ്പോൾ പ്രൈസിങ്ങിൽ അല്ലെങ്കിൽ പാക്കേജിങ്ങിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. ഡിസ്കൗണ്ട്, ഓഫറുകൾ, ഇതെല്ലാം ചെയ്യേണ്ടി വരും. പോപ്പീസ് ഒന്നും, അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് ചെയ്തിട്ട് വില കട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കേണ്ടത്. പോപ്പീസ് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ വേറിട്ടുന്നിരിക്കുന്നത്. നമ്മുടെ ഫോക്കസ് നമ്മുടെ എൻഡ് യൂസർ, ഞാൻ പറഞ്ഞില്ല സംസാരിക്കാൻ, പക്ഷേ പാരൻസ് ആണ് എൻഡ് യൂസർ. അവർക്ക് പോപ്പീസിനോട് ഇമോഷൻ തോന്നണം എന്ന് അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടല്ല, അത് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ നോർമലി ഒരു ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സിന് 3 ബട്ടൺസ് വെച്ചാൽ മതി. പക്ഷേ ഞാനത് 4 ബട്ടൺ വയ്ക്കും. കാരണം ഈ 3 ബട്ടൺ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ചിലപ്പോൾ 3 rupees 4 rupees, അത് MRP ഇടുന്ന സമയത്ത് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ 3 ബട്ടൺ ആകുന്ന സമയത്ത് ഫ്രണ്ട് ഓപ്പൺ ആയി കിടക്കും. ചിലപ്പോൾ AC യാത്ര ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് പോയിട്ടുള്ളത്, നമ്മൾ എന്താ പറയുക, അതാണ് നമ്മളെ അങ്ങനെ ആ ലാഭത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതാണ് മറ്റുള്ള ബ്രാൻഡിൽ നിന്ന് നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കമൻസും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നമുക്കുള്ള നെഗറ്റീവ് 0 ആണ്, അല്ലെങ്കിൽ 0.1 ആണ് നമുക്ക് എതിരെയുള്ള ഒരു കമൻറ്റ്. അതേസമയത്ത് ഏത് ബിഗ് ബ്രാൻഡ് എടുത്ത് നോക്കൂ, എക്സ്പെഷ്യലി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആപ്പിൾ ഐഫോണിന് പോലും
എന്തായാലും ഒരു എതിരാളി ഒരു സാംസങ്ങിന്റെ ആളൊരു 10 നെഗറ്റീവ് കമന്റ് ഉണ്ടാവും. പക്ഷെ പോപ്പീസിനെതിരെ ഞാൻ പറയുന്നു, ഞങ്ങൾ ആരും കമന്റ് ഡിലീറ്റ് ചെയ്യുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് വളരെ 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 റെയർ ആണ്. അത് നമ്മൾ ഈ ഒരു ശ്രദ്ധിക്കുന്നത്. അതാണ് മറ്റുള്ള ബ്രാൻഡും പോപ്പീസും വേറിട്ടെടുക്കുന്ന പ്രധാന കാര്യം. സർ, ഇപ്പോൾ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനീസ് ബേസ് ചെയ്ത് നമുക്ക് വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഫീൽഡിൽ എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് സാർ കൊടുക്കാൻ പറ്റുന്ന ഒരു ലെസൺ എന്തായിരിക്കും? സാറിൻ്റെ ലൈഫിൽ നിന്ന് സാർ പഠിച്ചൊരു ലെസൺ. ആദ്യമായിട്ട് ഒരു ഡ്രൈ ആൻസർ അതിന് വരാനുള്ളത്. കാരണം ആദ്യമായിട്ട് പറയാനുള്ളത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പം പല ആൾക്കാരും ചിന്തിക്കുന്നത് ആദ്യം തന്നെ ലാൻഡ് മേടിക്കുക, വലിയൊരു ഓഫീസ് ഉണ്ടാക്കുക, വലിയൊരു ഫാക്ടറി ഉണ്ടാക്കുക. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് അവർ ചിന്തിക്കുകയില്ല. ആദ്യം ഫാക്ടറി ഉണ്ടാക്കുക, അതിന് എന്താ മെഷീനറി വെക്കുക, അതുപോലെ വലിയൊരു ഓഫീസ് ഉണ്ടാക്കുക, പിന്നെ കുറെ പരസ്യം ചെയ്യുക. പക്ഷേ ഇത് റണ്ണിങ് എക്സ്പെൻസിന് ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് അവൻ ചിന്തിക്കുകയില്ല. പിന്നെ ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ ഉണ്ടാവുള്ളൂ. ഒരു 1 year പ്ലാൻ ഉണ്ടാവില്ല, 2 year പ്ലാൻ ഉണ്ടാവില്ല, ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല, ഒരു 5 year പ്ലാൻ ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയുന്നത് എന്ത് ചെറിയൊരു ബിസിനസ് ആയാലും, ഒരു 10 lakh ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വരുന്ന ബിസിനസ് ആണെങ്കിലും അതിനൊരു മിനിമം ഒരു 1 year ബഡ്ജറ്റ് വേണം, ഒരു 5 year to 10 year പ്ലാൻ വേണം. നമ്മൾ എങ്ങോട്ടാ, നമ്മളെ എക്സിറ്റ് പ്ലാൻ ഉണ്ടാകണം. ഈ ബിസിനസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ, നമ്മളിത് സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനാണോ, അതിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാനാണോ, അതോ IPO ചെയ്യാനാണോ, ഇങ്ങനെയുള്ള എല്ലാ അന്നൊന്നും ഞാനെന്നുള്ള സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിനിമം പ്ലാൻ നമ്മുടെ മനസ്സിൽ, നമുക്ക് കുറേ സ്റ്റാഫൊന്നും വേണ്ട, ഒരു മിനിമം നമ്മുടെ മനസ്സിലൊരു പ്ലാനുമായിട്ട് വേണം നമ്മളൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ആകാൻ വേണ്ടി. അല്ലാതെ അയാളൊരു കമ്പനി തുടങ്ങി, ഇവൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, അത് ഭയങ്കര സക്സസ് ആയി. അപ്പുറത്ത് വേറൊരാളൊരു ഇലക്ട്രിക് സ്കൂട്ടർ തുടങ്ങി, അത് സക്സസ് ആയി, എന്നാൽ ഞാനും തുടങ്ങിയേക്കാം. ഇപ്പം ഈ പോപ്പീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന എന്താ, കേരളത്തിൽ ഏറ്റവും വലിയ പ്രവണത 150-200ഓളം ബേബി ഡ്രസ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന എന്താ വെച്ചാൽ, ഞാൻ ഇവരെ ശ്രദ്ധിക്കുക, നമ്മൾ വാച്ച് ചെയ്യും നോർമലി ഒരു കോമ്പറ്റീവ് സ്റ്റഡി നടത്തും, അനാലിസിസ് ചെയ്യും. ഞാൻ കണ്ട ഒരു കാര്യം വെച്ചാൽ, ഓരോ വർഷം ഓരോ ബ്രാൻഡ് പൊന്തി വരും, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അത് താഴെ പോകും, അടുത്ത പുതിയ ബ്രാൻഡ് വരും. കുറേ ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇപ്പം ഇതിന് ഭയങ്കര സ്പേസ് ഉണ്ട്. ഇന്ത്യയിൽ ബേബി കെയർ ഇൻഡസ്ട്രിക്ക്, ഇന്ത്യയിലത്തെ കാര്യം പറയുന്നത് ഭയങ്കര സ്കോപ്പാണ്. നമ്മൾ 60,000 കുഞ്ഞുങ്ങളാണ് ഇന്ത്യയിൽ ഒരു ദിവസം ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സാധ്യത അത്രത്തോളം വലിയ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു വിഷൻ ഇല്ലാതെ, നമ്മളെ പ്ലാൻ ഇല്ലാതെ, എന്താ പറയുക, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ, ബേബി കെയർ ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും എന്ത് ബിസിനസ് ആയാലും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകും, നമ്മൾ അതിലേറെ സ്പീഡിൽ നമ്മൾ ബാക്കോട്ട് വരും. കേരളം ബിസിനസ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? സാറിൻ്റെ ഒപ്പീനിയൻ എന്താ അതിൽ? അതെനിക്ക് പറയാനുള്ളത്, ലോകത്ത് എവിടെയും ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു എക്കോ സിസ്റ്റം ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിക്കും, നമുക്ക് എല്ലാത്തിനും നെഗറ്റീവായി കാണണമെങ്കിലോ, കേരളത്തിലെല്ലാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ വന്ന വഴിക്ക് എനിക്ക് 150 കാര്യം എനിക്ക് നെഗറ്റീവ് പറയാനുണ്ടാവും. പക്ഷേ നമ്മൾ ആ 150 കാര്യം നെഗറ്റീവിനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു 200 കാര്യം നമുക്ക് പോസിറ്റീവ് കണ്ടെത്താൻ കേരളത്തിലുണ്ട്. കാരണം എനിക്ക് കർണാടകയിൽ ഫാക്ടറി ഉണ്ട്, എനിക്ക് തമിഴ്നാട്ടിൽ ഫാക്ടറി ഉണ്ട്, എനിക്കതുപോലെ ഇപ്പോൾ ഞാൻ ആന്ധ്രയിൽ ഗുണ്ടൂർ എനിക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ പറഞ്ഞു ആന്ധ്രയിൽ ഭയങ്കര സംഭവമായിരുന്നു, തെലുങ്കാനയിൽ ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഭയങ്കര ഫെസിലിറ്റീസ് ഉണ്ട്, കർണാടകയിൽ ഫെസിലിറ്റി, ഇതെല്ലാം ഞാൻ ഒരുമിച്ച് അനുഭവിച്ചുള്ള ആളാണ്. അപ്പം അന്നത്തെ സമയത്ത് ഞാൻ കേരളത്തിൽ ഒരു ചെറിയ ഇഷ്യൂ ഉള്ള സമയത്താണ് ഞാൻ കേരളത്തിൽ നിന്ന് കർണാടകയിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെയും പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ പ്രശ്നങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ ഒത്തിരി പോസിറ്റീവ്, ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് ഫാക്ടറിനെ വെച്ച് ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ ഡയറക്റ്റ് അനുഭവത്തിൽ എനിക്ക് ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതിലും മോശമായ സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ 1000-ലധികം ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകേണ്ട ആദ്യമായിട്ട്, എസ്പെഷ്യലി ഈ നോർത്ത് സൈഡിലേക്കുള്ള ഏറ്റവും വൺ ഓഫ് ദ ബിഗ് ഗാർമെൻറ്റ് ഫാക്ടറിയാണ് നമ്മുടെ ഫാക്ടറി. അപ്പം ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് ആളുകൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ ഫേസ് ചെയ്യേണ്ട ആളാണ് അവിടെ. എന്നെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ എനിക്ക് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞത്, അത് ഞങ്ങളുടെ വില്ലേജിലുണ്ടായ വളരെ അത്രയും ആളുകളുള്ള സ്ഥലത്ത് ഒരു 3, 4, 5 ആളുകൾ അന്നത്തെ ഒരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളെ ഇച്ചിരി എന്താ പറയുക ഓവറായിട്ട് അതിനെ ആക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്നത്തെ സമയത്ത് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. ആ ഷിഫ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഗുണമുണ്ട്, ഈ പറഞ്ഞ ദോഷമുണ്ട്. അപ്പം കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേസമയത്ത് ഇവിടെ ഒരുപാട് വെള്ളം എടുക്കുന്ന യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറി, അതല്ലെങ്കിൽ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാകുന്ന ഫാക്ടറി. ഇപ്പോൾ ഡൈയിങ്
കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു ഇത്രയും മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ഡൈയിങ് യൂണിറ്റ് കേരളത്തിൽ ഒരിക്കലും സാധിക്കില്ല. അതുപോലെ വളരെ പോപ്പുലേറ്റഡ് ആയ നമ്മൾ വില്ലേജസ് ആണ്, നമുക്ക് അങ്ങനെ സ്പേസ് അധികം കുറവാണ്, അങ്ങനെയുള്ള ഫാക്ടറികളൊക്കെ ഒന്നും വരില്ല. പക്ഷേ കേരളത്തിന് അനുയോജ്യമായ യൂണിറ്റുകളും ഫാക്ടറികളും ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ല, കാരണം ഏറ്റവും നല്ല സ്കിൽഡ് ലേബേഴ്സ് ഉള്ളതും നല്ല എന്താ പറയുക കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള എൻജിനീയേഴ്സ് ഇതൊക്കെ ഉള്ളത് കേരളത്തിലാണ്. അത്തരം ഇപ്പം ഈ സെമി കണ്ടക്ടർ പോലെയുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, അതൊക്കെ ഈ ഏറ്റവും സിംഗപ്പൂർ, മലേഷ്യയിലേക്കാണ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്. അവിടെ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും മലയാളീസാണ്. അപ്പം നമുക്ക് കേരളത്തിന് സാധ്യത ഉണ്ടല്ലോ. സർ, ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും യുവാക്കൾ ഓൾമോസ്റ്റ് എല്ലാവരും, യൂത്ത് എല്ലാവരും പുറത്തോട്ട് എബ്രോഡ് പോകുന്നവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവരൊരു ഓണ്ടർപ്രണർ ആയ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ അവർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പം എന്ത് ഫാക്ടറാണ് അവരെ പുറത്തോട്ട് നയിക്കുന്നത്, അല്ലെ പുറത്തോട്ട് പോകാൻ വേണ്ടി അവരെ നിർബന്ധിതമാക്കുന്നതെന്ന് സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസറിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ മക്കളെ വളർത്തിയത് നമ്മളെ ലാസ്റ്റ് ഒരു 15 ഇയേഴ്സായിട്ട് നമ്മളെ, എസ്പെഷ്യലി ഒരു 15-20 ഇയേഴ്സായിട്ട് നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വളർത്തിയിട്ടുള്ളത് ജോലിക്കാരനാകാനാണ്. അദ്ദേഹം അവിടെ പോയിട്ട് UAE പോയിട്ട് രക്ഷപ്പെട്ടു, ഇയാൾ US പോയി രക്ഷപ്പെട്ടു, അപ്പം അയാൾ ഇന്ന കോഴ്സ് പഠിച്ചിട്ടാണ് പോയത്, അപ്പം നീ അത് പഠിച്ചോ. ഈ എല്ലാവരും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിച്ചാണ് വന്നത്. അനുകരിച്ച് വന്ന സമയത്ത് നമ്മളെല്ലാവരും എന്താ പറയുക, ആരെയും കീഴിൽ ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ച ഏതെങ്കിലും സ്കൂളിൽ ഉണ്ട്, ചിലപ്പോൾ ഓരോ കോഴ്സ്, കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്, വെറുതെ ഒരു കേട് വന്നൊരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല കോഴ്സുകൾ, പല സ്കിൽ ഡെവലപ്മെൻറ്റും സ്കൂളിലുള്ളത്. ഞാൻ പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലും നമുക്ക് എന്താ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഞാനൊക്കെ പഠിച്ച സമയത്ത് എൻ്റെ അനുഭവം പറയുന്നത്, അദ്ദേഹം അവിടെ വന്നിരിക്കുന്നുണ്ടാവും, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കൊണ്ട് ചെയ്യിക്കില്ല. എന്തിനോ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നത്, ഞാൻ തെറ്റാണെന്നല്ല, അതൊക്കെ നമ്മുടെ ഒരു മെമ്മറീനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ല കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ച A+B² ശരിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഉപയോഗമുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനോട് കൂടെ ഒരു 30% നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിരുന്നു. അതില്ലാത്തത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോളിയിൽ വിടുക, ITIയിൽ വിടുക, നമ്മൾ സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്വിങ് ഉണ്ടായിരുന്നു ക്ലാസ്സുകളിൽ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനിപ്പോൾ എപ്പോഴും സ്വിങ്, ആ ടീച്ചറെ ഞാൻ പറഞ്ഞു, ആ സ്വിങ് ആണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരു സ്വിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ളത്. ഇന്നത്തെ എനിക്ക് തോന്നുന്നത് അതൊന്നുമില്ല. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക, വളരെ കൂർമ്മത ഉണ്ടാകാനും ഒക്കെ സ്വിങ് പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരുന്നു. പിന്നെ അതൊക്കെ ഒഴിവായി, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ട് അന്നത്തെ സമയത്തിന്, അതൊന്നും പിന്നീട് പെയിന്റിങ് അതൊക്കെ ഇന്നത്തെ വേണമെങ്കിൽ എടുത്താൽ മതി അത്. അപ്പം ഇങ്ങനെ വന്നൊരു ജനറേഷനാണ്. ഇവർ വന്നു കഴിയുമ്പം പിന്നെ നമ്മൾ ഏറ്റവും PSC കോച്ചിങ് സെന്റേഴ്സാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഈ PSC കഴിഞ്ഞിട്ട് ഒരു ക്ലറിക്കൽ ജോബിൽ വരുന്ന ആൾക്ക് ഇന്നത്തെ സമയത്ത് കേരളത്തിലല്ല വേറെ എവിടെയും ജീവിക്കാൻ പറ്റില്ല. ആ സാലറി വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇവരാണ് അടുത്ത എന്താ പറയുക കൈക്കൂലി വാങ്ങാനൊക്കെ പോകേണ്ടി വരുന്നത്. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ശരിയാണെന്നല്ല വേണ്ട, തെറ്റാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ടത് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് മസ്റ്റായിട്ട് വേണം. അതുപോലെ നമ്മൾ കുട്ടികളെ ജോലിക്ക് വേണ്ടി വളർത്താതിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഓണ്ടർപ്രണർ ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്നവർ കൂടെ ഒരു ഓണർഷിപ്പ് മൈൻഡിൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ആളുകൾ പാരൻസ് ബാക്കിൽ നിന്ന് പുഷ് ചെയ്താൽ മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. ഞാൻ കാണുന്ന എല്ലാ ആളുകളും ഇന്നത്തെ ജനറേഷൻ മുഴുവൻ ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കില്ല. ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അമ്മയോട് ചോദിക്കും, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ചോദിക്കും. ഓൺ ഡിസിഷൻ. ഇതൊക്കെ നമുക്ക് അതെടുത്ത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനിയില്ല, ഈ പോയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പാരൻസ് പറയുമ്പം ചെയ്യരുത്, അത് ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ ജോലികളാണ് പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ഇത് നോർമൽ കണ്ടീഷൻ, നോർമൽ ക്ലൈമറ്റിൽ ആളുകൾ നമ്മൾ ഡെലിവറി. നമ്മുടെ പല ആളുകളും വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ, പുറത്ത് പോയിട്ട് കോഴ്സാകെ 3 മണിക്കൂർ 4 മണിക്കൂറുള്ളൂ. ഞാൻ ഈ രാജ്യങ്ങളിൽ പോയി കണ്ടിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം ഈ പറഞ്ഞ നല്ല തണുപ്പത്ത് സ്വെറ്റർ ഇട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ സപ്ലൈ പാർട്ട് ടൈമിൽ, അതാണ് ഫുൾ ടൈം. കാരണം അതായത് ശരിക്കും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ജോലി ചെയ്യുന്നു. അത് ഉറങ്ങാൻ പോലും സമയമില്ലാതെ. യൂത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ആളുകളും ഒരു വീട്ടിൽ തന്നെ ശരിക്കും ഒഫീഷ്യലി 5 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ, 10 പേരും 15 പേരും താമസിക്കുന്നു. പിന്നെ ലൈഫില്ല.
നല്ല ഇപ്പോൾ UK ഒക്കെ ആണെങ്കിൽ നല്ല തണുപ്പാണ്, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അവിടുത്തെ ആളുകൾ മലയാളിനെ കണ്ട വലിയ കാര്യമായിട്ടൊന്നും നമ്മളെ ആളുകളോടൊന്നും സംസാരിക്കില്ല. നമ്മുടെ ആളുകൾ വല്ലപ്പോഴും ഒക്കെ എവിടെന്നെങ്കിലും വെച്ച് മലയാളികളെ കണ്ടാലായി. ഞാൻ കുറ്റം പറയില്ല, ഇപ്പൊ അവിടെയുള്ള ആളുകൾ പലതും ഇപ്പം എന്താ പറയുക വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ ഇപ്പോൾ വേറെ കൺട്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. പല സ്ഥലത്തും നമ്മൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുക, അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുക. അപ്പം ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ കേരള ആയാലും ഇന്ത്യ ആയാലും ഏതാണ്ട് 150 കോടി ജനങ്ങൾ ലോകത്ത് പണ്ട് നമ്മൾ ജനസംഖ്യ വേണ്ട എന്ന് വെക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ചൈനയൊക്കെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജനസംഖ്യ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ജോലി ചെയ്യുന്ന കൈകളാണെന്ന് ഏറ്റവും പവർഫുൾ എന്ന് അറിയുന്നത്. അപ്പം ഇന്ത്യയിൽ അതുപോലെ അവരാണ്, ഈ 2 കൈകളാണ് പർച്ചേസിങ് കപ്പാസിറ്റി. ഇന്ത്യ പോലെയുള്ള അത്രത്തോളം പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള രാജ്യം വരില്ല. ഇവിടെ അതുപോലെ സാധ്യതകളാണ്. നമ്മൾ എന്ത് തുടങ്ങിയാലും ഫുഡ് ഇൻഡസ്ട്രി ആയാലും വസ്ത്രമായാലും വാഹനങ്ങളായാലും അതുപോലെ സാധ്യതയുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ എന്താ പറയുക ലാവണം തേടി പോകുന്നത്. ഇവിടെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ സാറ് പറഞ്ഞു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന്. സാറിന് അല്ലെങ്കിൽ സാറിന്റെ തോട്ടിൽ വന്നിട്ടുള്ള ഒരു 3 സ്കില്ല് ഇന്നത്തെ ജനറേഷൻ മസ്റ്റ് ആയിട്ടും ലേൺ ചെയ്തിരിക്കണം എന്നുള്ള ഒരു 3 സ്കിൽസ് ഒന്ന് പറയാമോ? ആദ്യം തന്നെ പറഞ്ഞ തീരുമാനം എടുക്കുക എന്നുള്ള സ്കില്ലാണ് വേണ്ടത്. നമ്മൾ ചെറിയ കാര്യങ്ങളായാലും നമ്മൾ സ്വയം തീരുമാനം എടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ പറയാം അടുത്ത സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇത് സ്കില്ലൊരു ഹാബിറ്റാണ്. ഞാൻ സ്കില്ലിലേക്ക് വരുമ്പോൾ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്കില്ലുകൾ, അത് ഓരോ ഇതിനനുസരിച്ച് ഒരു ഹാബിറ്റ്. നമ്മൾ കൃത്യമായി രാവിലെ എണീക്കുന്ന കാര്യത്തിൽ എത്ര പേര് ഇന്നത്തെ ജനറേഷനിൽ പഠിക്കാൻ വേണ്ടി എണീക്കും, അത് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? ഒരു നല്ല ഹാബിറ്റാണ് ആദ്യം എടുക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് ഫുൾഫിൽ ചെയ്യുക. മിക്ക ആളുകൾ ഇന്നത്തെ തലമുറ ശ്രദ്ധിച്ച് നോക്കുക, ഒരു കാര്യം എന്തെങ്കിലും ചെറിയൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ പാതിയോടെ ചെയ്തു വെക്കും. എന്തിനും എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകും. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ അത് പണ്ടൊക്കെ അങ്ങനെയല്ല, ഒരാളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് രാത്രി പോലും നിന്നിട്ട് അത് കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ട് പോവുള്ളൂ. നമ്മളിത് പൂർത്തിയാക്കൂല. പിന്നെ അത് കഴിഞ്ഞ് ആ പൂർത്തിയാക്കാത്ത സാധനം അവിടെ കിടക്കും. ഇന്നത്തെ ഒരു ചിത്രം വരയ്ക്കുന്ന ആൾ പോലും ആ ചിത്രം വരയ്ക്കുന്നത് 3-4 ഘട്ടങ്ങളായിട്ട് വരച്ച്, പണ്ടങ്ങനെയല്ല, അത് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് എണീറ്റ് പോകില്ല. അങ്ങനെയുള്ള ഒരു കുഞ്ഞു കാര്യങ്ങൾ, വലിയ കാര്യങ്ങളിൽ ചെയ്യണ്ട. കുഞ്ഞു കാര്യങ്ങളിൽ എന്താ പറയുക, നമ്മൾ ആദ്യം ഹാബിറ്റ് റെഡിയാക്കി എടുക്കുക. നമ്മുടെ സ്വഭാവം നമുക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് കാര്യം, ഉറങ്ങുന്ന സമയത്തിൻ്റെ കൃത്യത എടുക്കുക. അതുപോലെ നമ്മുടെ സ്ക്രീൻ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത എടുക്കുക. ഇന്നത്തെ സമയത്ത് വായന, ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്ന് ഇല്ലാത്തൊരു കാര്യമാണ്, ഒരു ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുക. നമ്മൾ പറയും ഞങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്, ഞങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യണം. നമ്മൾ മിക്ക വിഷ്വൽസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, കാരണം വിഷ്വൽസിന് നമ്മളിങ്ങനെ റീൽസ് കണ്ടു പോവുക, നമ്മൾ കണ്ട എത്രത്തോളം നമുക്ക് ഓർത്തിരിക്കാം. അതേപോലെ നമ്മൾ വായിച്ചൊരു പുസ്തകം, ഏത് പുസ്തകം ആലോചിക്കുക, നമ്മൾ കുഞ്ഞിലെ വായിച്ചുള്ള പുസ്തകത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അതിൻ്റെ വിഷ്വൽസ് നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് പറയും വിഷ്വൽസ് കാണാൻ നല്ലത്. എൻ്റെ ഇപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്കില്ല്. അതുപോലെ വളർന്നു വന്ന പല ആളുകളും, സംരംഭകരായാലും സക്സസ് ആയ പല ആളുകളെ കുറിച്ചുള്ള നല്ല പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകങ്ങൾ കേട്ടാൽ ഒരിക്കലും അത് നിൽക്കില്ല, വായിക്കണം തന്നെ ഞാൻ പറയുന്നത്. ഒരു ബിസിനസ് ഓണറിനെയും ഒരു ലീഡറിനെയും തമ്മിൽ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെയായിരിക്കും? നോർമലി നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അറിയോ, ഒരു സ്ഥാപനം തുടങ്ങുക, കുറേ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യാം എന്നാണ് നോർമലി എല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കൊരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി അത് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ആർക്കും ലീഡറാണ് ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്ന് എണീറ്റ് നിൽക്കും. അങ്ങനെ ഞാൻ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാൻ അത് പ്രീഡിഗ്രിക്കായാലും മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ ഡിഗ്രിക്ക് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ചെയർമാനായിരുന്നു. അത് നമുക്ക് ഒരു സമൂഹത്തിലെ അവരെ ഫേസ് ചെയ്യാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ചെയ്യാൻ, അതുപോലെ മാനേജ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ സ്കില്ലിൻ്റെ കൂട്ടത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കുട്ടികളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്, സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ലീഡർ എപ്പോഴും എന്ത് ചെയ്യും? നേർരേഖ ചൂണ്ടിക്കാണിക്കേണ്ട ആളാണ്. ലീഡർ ഒരിക്കലും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകേണ്ട ആളല്ല. അത് ഞാൻ പറഞ്ഞത് സെയിം ആണ്. ഒരു ഓണ്ടർപ്രണറും എപ്പോഴും ചെറുതായിട്ട് ചെറിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ തുടങ്ങുന്ന സമയത്ത് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ നല്ല ആളുകളെ എടുത്തിട്ട് അവർക്ക്
നമ്മുടെ വിഷൻ കാണിച്ചു കൊടുക്കേണ്ട. ആ വിഷനിലേക്ക് അവരെ കൊണ്ട് അവർ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെന്ന് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താ താഴോട്ട് ഇറങ്ങി പല ലീഡേഴ്സിനും ഞാൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തുടങ്ങിയ ആളുകൾ പ്രശ്നം എന്താ അറിയോ, ഇയാളെല്ലാം അറിയുണ്ടാവും. ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം എന്താ ചെയ്യുക വെച്ചാൽ അവൻ ചെയ്ത കാര്യങ്ങൾ ഇയാൾ പോയി ചെയ്യും. പിന്നെ അവൻ ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് അവൻ എന്താ അറിയോ, എന്തായാലും സാറ് വന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ എന്തായാലും പുള്ളിയാണ് ചെയ്തോട്ടെ എന്ന് ചിന്തിക്കും. അതേസമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ചെയ്ത തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ മോശമായി ഒന്ന് ഇച്ചിരി ഷൗട്ട് ചെയ്യും. പക്ഷേ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ വേണ്ടി പറയാം. ഒരിക്കലും ഞാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് ഞാൻ ഒരിക്കലും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുള്ളൂ. എൻ്റെ ടീമൊക്കെ അങ്ങനെയാണ്. എന്ത് കാര്യങ്ങളും ഒരു കാര്യവും ഞാൻ ഇറങ്ങി ചെന്ന് താഴെ ചെന്ന് ഒരു കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ചെയ്യാറില്ല. ഇതാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം. ഇതാണ് ശരിക്കും ഓൺട്രപ്രണർക്കും വേണ്ടത്. നമ്മുടെ ടീമിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത്. അവർക്ക് ഫെയിലിയർ വരാം, ചിലപ്പോൾ നഷ്ടം വരാം. അതുകൊണ്ട് അതാ അവർ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് ശരിക്കും ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ഏറ്റവും നല്ല സ്കില്ലും അതാ വേണ്ടത്. പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ കാലമല്ല, അവരുടെയും പാരൻസ്, നമ്മുടെ അപ്പച്ചൻ അമ്മച്ചി അങ്ങനെ ഒരു കാലത്ത് പറയുന്ന ഒരു മെയിൻ ഒരു കോട്ടാണ്, വലുതായിട്ട് ക്യാഷ് ഒന്നും ഉണ്ടാക്കണം, നമുക്ക് ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, അതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കണ്ട, അങ്ങനെ പറയുന്നത് സാധാരണ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? അത് പഴയ തലമുറ, അതിൻ്റെ മുമ്പത്തെ തലമുറ എന്നല്ല, ഇപ്പോഴത്തെ ആളുകളും ഒരു പരിധി വരെ അങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് വരെ കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടത്. ശരിക്ക് അങ്ങനെ എല്ലാ ആളുകളും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇലോൺ മാസ്കും അങ്ങനെ ചിന്തിച്ചു. അതല്ല നമ്മൾ കാണുന്ന നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബ്രാൻഡ് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ടെക്നോളജിയുടെ ഒക്കെ ഓണേഴ്സും അവരുടെ പാരൻസും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നെങ്ങനെ ഉണ്ടാവും നമ്മുടെ ലോകം? എങ്ങനെ ഉണ്ടാവും? മെഡിസിൻ കണ്ടുപിടിക്കുന്ന, മരുന്ന് കണ്ടുപിടിക്കുന്ന, ഇപ്പോൾ കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച ആളുടെ പാരൻസും പറയും, നീ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നീയും സ്വയമായിട്ട് പോയിരുന്ന് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പം ഞാൻ പറയുന്നത്, പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യ നമ്മൾ എന്താ പറയുക GDP-യിൽ ഇത്രയായി നമ്മൾ അഭിമാനത്തോടെ പറയുന്നു നമ്മുടെ രാജ്യം ഇത്ര ഈ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യങ്ങളും അവരുടെ എന്താ പറയുക വളർച്ചയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുമ്പ് കണ്ടു, പണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 years ബാക്ക് എന്താണ്, 20 years ബാക്ക് എന്താണ്, ഓലപ്പെരകളും അതൊക്കെ മാറിയത് വന്ന എന്തുകൊണ്ടാണ്? ഈ പണം ഉണ്ടാക്കേണ്ട. അത് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും, പ്രൈവറ്റിൽ പണം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പണം സമ്പാദിക്കുമ്പോഴാണ്, പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായി വരുമ്പോഴാണ് സമൂഹത്തിൽ ദാരിദ്ര്യം ഇല്ലാതെ. നമ്മൾ പണ്ട് മരണനിരക്ക് എത്രയോ കൂടുതലായിരുന്നു, ഇന്നെന്തുകൊണ്ട് ഇപ്പം ഞാൻ പുതിയ പുതിയ പഠനങ്ങൾ പ്രകാരം 150 വയസ്സ് വരെയൊക്കെ ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള ടെക്നോളജി ഇതെല്ലാം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ എന്ത് വേണം? പണം വേണം. അപ്പം എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ എല്ലാ ആളുകളും പണം അത് നേരായ മാർഗത്തിലൂടെ കേട്ടോ, ശരി, നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും. അത് പക്ഷേ നമ്മൾ പണം ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുക, പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പണം ഉണ്ടാകാൻ വേണ്ടി പ്രയറൊക്കെ ഉള്ള ആണെങ്കിലും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നും കൂടി ഞാൻ പറയുന്നത്. പണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പണത്തിനെ കൃത്യമായി, എനിക്ക് വരുന്ന പണം കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടി. അത് ചിലപ്പോൾ ജീവനക്കാർ വഴിയാകാം, ചാരിറ്റി വഴിയാകാം. അത് പിന്നെയും നമുക്ക് പണം, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ പണമുള്ള ആളുകളായിരിക്കും പിന്നെയും നല്ല രീതിയിൽ പോകുന്ന ആളുകൾ. പണം ഉണ്ടാക്കി നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കി, അവരുടെ സക്സസ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതേ സമയത്ത് ശരിയല്ലാത്ത മാർഗത്തിലൂടെ ആളുകളെയും വ്യക്തികളെന്ന് പറയുന്നത് ശരിയല്ലാത്ത മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയിട്ട് ശരിയല്ലാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ആളുകൾ പല രീതിയിലും അവർ എന്താ പറയുക, ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് അവർ ബാക്കോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത കാലത്ത് തന്നെ പല ഉദാഹരണങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ തലമുറയോട് നമ്മുടെ മക്കളോട് പണം ഉണ്ടാക്കാൻ പറയാം, നേരായ മാർഗത്തിൽ പണം ഉണ്ടാക്കാൻ പറയുക, അതിനുവേണ്ടി ബിസിനസ് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാർ ജോലിയായിരിക്കും, അവിടെ ജോലി ചെയ്യുന്നിടത്ത് പോയിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് എപ്പോഴും പറയാം, നിങ്ങൾ വന്നിട്ട് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഷാജുവിന് വേണ്ടി, ചില ആൾക്കാർ പറയും ഞാൻ സാറിൻ്റെ ഭയങ്കരമായിട്ട് സാറിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം, ഞാൻ എത്ര കാലമായി സാർ, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യരുത്. നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അവനവന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ജനറേഷനെയാണ് നമ്മുടെ പാരൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവരുടെ ഒരു ഓണർഷിപ്പ്, അതായത് അവൻ ചെയ്യുന്ന ജോലിയിൽ പോലും ഒരു ഓണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ മാറി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പറയും, നിങ്ങളെല്ലാവരും ഒരു 30% നിങ്ങൾ ആത്മാർത്ഥത കൂട്ടിയാൽ, ഞങ്ങൾ സാറേ 100% ആത്മാർത്ഥം, ഞാൻ പറഞ്ഞു ആരും 100% ആത്മാർത്ഥതയോട് ജോലി ചെയ്യാൻ പറ്റില്ല. നമുക്കെല്ലാവരും ഇപ്പോൾ ഒരു 10% ഉണ്ടാവുള്ളൂ. ഒരു 30% നമ്മൾ ആത്മാർത്ഥ ആയിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം ഒരു 50% ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ആ രീതിയിൽ നീ പോകുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ 100% ഓണർഷിപ്പോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കാന്ന് എനിക്ക് പറയാനുള്ളത് കാര്യത്തിൽ. സാറ് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അതിൽ സാർ വിശ്വസിക്കുന്നുണ്ടോ? അത് ഞാൻ ഇന്നിപ്പോൾ ഒരുപാട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നതാണ്. അന്നൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്, ഞാൻ ആലോചിക്കുന്നത്. പല കാര്യങ്ങളിലും ഞാൻ ഭയങ്കര നെഗറ്റീവ് ആകുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ എൻ്റെ സ്വയം മനസ്സിനോട് പറയും അത് നെഗറ്റീവ് ആയി. ഇപ്പം തന്നെ ഞാനിപ്പോൾ വന്ന സമയത്തുണ്ടായ ഒരു ഞാൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, ഞാൻ അപ്പം തന്നെ സ്വയം സെൽഫ് ഇവിടെ ഇരുന്നിട്ട് 5 മിനിറ്റ് സമയത്ത് ഞാൻ സെൽഫായിട്ട് ഞാൻ അതിനെ എന്താ പറയുക, പ്രേയർ എന്ന് പറയും. നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക. അത് പല ആൾക്കാരും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അങ്ങനെ മാറ്റിയെടുക്കും. അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വരെ എൻ്റെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച എൻ്റെ കാര്യങ്ങളിൽ ഒരു 90% എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. അത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹിച്ച് വരുമ്പം അത് ഓട്ടോമാറ്റിക്. അതാണ് ഇന്നത്തെ യൂട്യൂബേഴ്സൊക്കെ പറയുന്ന കാര്യം. അതിന് എനിക്കൊരു സത്യത്തിൽ പറഞ്ഞാൽ അതിനകത്ത് അത് എന്താ ശാസ്ത്രീയത ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് വളരെ സക്സസ് ആയി തോന്നിയിട്ടുള്ള കാര്യമാണ്. സാർ ഇപ്പം നമുക്കിപ്പോൾ പറഞ്ഞ് സംസാരിച്ച് ചെയ്യുന്നത് എനിക്കൊരു മനസ്സിലായ ഒരു കാര്യമാണ്, സാറ് പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സാറിൻ്റെ ഒരു സ്പാർക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും. അപ്പോൾ സാറ് വായിച്ചിട്ട് സാറിന് ഇൻസ്പയർ ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് ഏതായിരിക്കും? ഒന്ന് ഞാൻ പറഞ്ഞാൽ ഒന്ന് ബൈബിളാണ് ആദ്യത്തത്. രണ്ടാമത് എനിക്ക് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ഇത് രണ്ടും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടിലും ശരിക്ക് സത്യസന്ധത, നമ്മളെ ജീവിതത്തിൽ പെടുത്തുന്ന സത്യസന്ധത ഇത് തന്നെയായിരിക്കും ഖുറാനിലുള്ളതും ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലുള്ളതും എല്ലാം. നമ്മൾ ശരിക്ക് ബൈബിൾ കഴിഞ്ഞാൽ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നിങ്ങളൊന്ന് ശരിക്കിരുന്നൊന്ന് ഇന്നത്തെ തലമുറ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ എന്തായി തീരണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉള്ള ഒരു പുസ്തകമാണ് എൻ്റെ അഭിപ്രായത്തിൽ സത്യാന്വേഷണ പരീക്ഷണം. അതിൻ്റെ ഓരോ വരികളിലും ഇന്ന് ഗാന്ധിജി നമ്മളെല്ലാവരും വിസ്മരിച്ചുകൊണ്ടിരിക്കുക. ഗാന്ധിജി ആരാണെന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ്, ഗാന്ധിജിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിനെ പല രീതിയിൽ നമ്മൾ, ഞാൻ എന്താ രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഗാന്ധിജി എന്ന വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഗാന്ധിജിയെക്കുറിച്ച് നമ്മളൊന്ന് കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ, ഗാന്ധിജിയുടെ പുസ്തകങ്ങളിലെ ഗാന്ധിജിയുടെ പ്രസംഗങ്ങളിലും അത് ഭയങ്കര വാക്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിന്ന് ഒരു സംരംഭകനാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും അതാണിന്ന് പുതിയ തലമുറ, പുതിയ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ വസ്ത്രധാരണ രീതിയായാലും ഗാന്ധിജിയുടെ പഠനമായാലും എല്ലാ കാര്യങ്ങളിലും ഗാന്ധിജി അനുകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഇന്നത്തെ അതുപോലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. സർ, കേരളത്തിൽ ഇപ്പോൾ ഒത്തിരി ബ്രാൻഡ്സ് നമുക്ക് ഓരോ ദിവസവും ഓരോ ബ്രാൻഡുകൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്, കൂണൊക്കെ പൊട്ടിമുളയ്ക്കുന്ന പോലെ. അപ്പം അതിൽ ചിലത് സക്സസ് ആവും, ചിലത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു സ്റ്റേജ് കഴിയുമ്പോൾ ബാക്കിലോട്ട് വലിയും. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ എന്തായിരിക്കും സാറിൻ്റെ ഒരു ഒപ്പീനിയൻ അതിൽ? ഞാൻ പറയുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ആ ബ്രാൻഡിന് സോൾ ഉണ്ടാകണം, ഹൃദയം ഉണ്ടാകണം, ബ്രാൻഡിന് ആളുകളോട് സംസാരിക്കാൻ പറ്റണം, ബ്രാൻഡിന് എന്താ പറയുക സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റണം, ചിന്തിക്കാൻ പറ്റണം, അഭിമാനിക്കാൻ പറ്റണം. ഇങ്ങനെയുള്ളൊരു ബ്രാൻഡ് നിങ്ങൾ സ്വയം ചിന്തിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന പല ബ്രാൻഡുകൾക്കും ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും ഉദാഹരണം പറഞ്ഞ ആപ്പിൾ ഐഫോണ് ശരിക്ക് അത് തുടങ്ങിയ സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് സാംസങ്ങിനുണ്ടായിരുന്നു. ഐഫോൺ എന്ത് ചെയ്തു, അത് അവർ സാംസങ്ങിൻ്റെ കുറേ ഫീച്ചേഴ്സ് അവർ ഒഴിവാക്കി, വേണ്ടെന്ന് വെച്ചു. സാംസങ്ങിന് ഉണ്ടായിരുന്ന പല ഫീച്ചേഴ്സും പല ആപ്പ് ഇതിൽ ലഭിക്കാത്ത രീതിയിൽ അവരതെല്ലാം ഒഴിവാക്കി. എന്നിട്ട് അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും സെക്യൂർ ആണെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ആപ്പിളിലെ എല്ലാവരും കാണുന്നത് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഫോണാണെന്നല്ല, അവർ ആ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ അവർ ഉറച്ചു നിന്നു. അതുപോലെ ഡിസൈൻ്റെ കാര്യത്തിൽ പല ആൾക്കാരും സി ടൈപ്പ് ചാർജർ, ഇന്നിപ്പോൾ ഗവൺമെൻറ് നിർബന്ധം പറഞ്ഞപ്പോഴാണ് അവർ ആ സി ടൈപ്പിലേക്ക് മാറി. അവർ അവരുടേതായ ഒരു ഐഡൻറ്റിറ്റിയിൽ അവർ നിലനിന്നു, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു അവർക്ക്, അവരുടെ ഡിസൈനിങ്ങിൽ അവർക്കൊരു ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇതാണ് അതിനെ വേറിട്ട് നിർത്തിയത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പൊട്ടിമുളച്ച് വരുന്ന ഒരു ബ്രാൻഡിൻ്റെ വിഷയം എന്താ അറിയാം, അതായത് ഒരു ബ്യൂട്ടി ബ്രാൻഡ് ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് സക്സസ് ആയി, IPO ഒക്കെ ചെയ്തു. അത് കണ്ടുകൊണ്ട് ഒരുപാട് ബ്യൂട്ടി ബ്രാൻഡ് വന്നു. ഇവരെല്ലാവരും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന്, ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വളരെ മോശപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഈ സാധനം കൊണ്ടുവരും. ഇത് ഉപയോഗിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് ഒരാൾ റിപ്പീറ്റായിട്ട് ആ പ്രൊഡക്റ്റ് തിരഞ്ഞു ചെല്ലുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക, ഒരു ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻ്റ് ആണല്ലോ. ഇപ്പോൾ ഇവിടെ അമ്മ റെസ്റ്റോറൻറ്റ് കോഴിക്കോട്,
അമ്മ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ എറണാകുളത്തുള്ളവർക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് ഇവിടെ വലിയ പബ്ലിസിറ്റി പരസ്യം ഒന്നുമില്ല, വ്ളോഗേഴ്സ് പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് തിരിച്ച് അതൊരു ബ്രാൻഡാണ്, കോഴിക്കോടത്തെ ഒരു പ്രാദേശിക ബ്രാൻഡാണ്, ഈ കേരളത്തിലെ പ്രാദേശിക ബ്രാൻഡ്. അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, അപ്പോൾ അത് ബ്രാൻഡായി മാറി. അല്ലാതെ കുറെ ക്രിയേറ്റീവ് ഒക്കെ ചെയ്ത് വലിയ അഡ്വർടൈസ്മെന്റ് ഹോർഡിംഗ് ഒക്കെ വെച്ചാൽ മാത്രമല്ല ബ്രാൻഡാകുക. റിപ്പീറ്റ് ആയിട്ട് ആളുകൾ ഒരു സാധനം തിരഞ്ഞു പോകുന്നുണ്ടോ അത് ബ്രാൻഡാണ്. അപ്പൊ ഞാനീ പറഞ്ഞ നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകളൊക്കെ എന്താ അറിയോ, നല്ല രസമുള്ള ഹോർഡിങ്, ഇന്ന് ക്രിയേറ്റീവ് ആണ്, എ ഒക്കെ വന്നുകൊണ്ട് ഒരുപാട് ക്രിയേറ്റീവ് ഒക്കെ ചെയ്ത് ഹോർഡിങ് വെക്കും. ഈ ഷോപ്പിലോ ഈ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റോ ആളുകൾ വാങ്ങിയ എൻ്റെ ജീവിതത്തിൽ ഇനി ഈ സാധനം വാങ്ങില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഈ സ്ഥലത്ത്, നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വന്ന പല പ്രൊഡക്റ്റും ഇല്ലേ, വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നമ്മൾ യൂസ് ചെയ്ത് പറയും ഇനി മേലിൽ ഞാൻ ആമസോണിലുള്ള വിശ്വാസം തന്നെ ആളുകൾക്ക് കുറേ ഉണ്ടായ കാരണം എന്താ, ഇപ്പൊ ആമസോൺ അതിൽ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇതുപോലുള്ള ഭയങ്കര മോശം സാധനങ്ങളൊന്നും ഒരു ലിസ്റ്റ് ചെയ്യാതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ, എനിക്കത് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം വേണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോഡ് മാപ്പ് എന്ന് പറയും, അതിന് ഞാൻ മൈൽ സ്റ്റോൺ എന്ന് പറയും. ഇതിന് അറിയാലോ, ഇവിടെ നമുക്ക് എറണാകുളത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, നടന്നു പോകാം. അപ്പൊ അതെ, എത്ര വേഗം എത്തണം നമ്മൾ, അത് പിന്നെ നമ്മുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് എത്തിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 1 കോടി രൂപ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ചെന്നാൽ കിട്ടും, ഒരാൾ തരാണ്ട്. അപ്പൊ നമ്മൾ ഫ്ലൈറ്റോ എന്താണ് ഏറ്റവും അത് ഇത്ര സമയത്തിനുള്ളിൽ എത്തിയ, അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് വളരെ അസുഖമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ബ്ലഡ് കൊടുക്കേണ്ട കേസാണ്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അതേ ബ്ലഡ് എവിടെ ഉള്ളൂ, നമുക്ക് അത് കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഹൃദയം മാറ്റ ശസ്ത്രക്രിയ നടക്കണ്, അപ്പൊ അതിനൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതാദ്യം നമ്മൾ തീരുമാനിക്കണം നമ്മൾ എത്ര സ്പീഡായിട്ട് പോകണം. പിന്നെ അതല്ല, നമുക്കിതിന് പോകേണ്ടത് അപകടങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധയോടെ പോകണം. അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ കുന്നംകുളം എത്തുന്ന സമയത്ത് ഇത്ര കിലോമീറ്റർ സ്പീഡ് പോകണം, തൃശ്ശൂർ എത്തുമ്പം ഇത്ര. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ലഞ്ച് അവിടുന്ന് വേണം, അല്ലെങ്കിൽ ഡിന്നർ. എന്നിട്ട് ഞാൻ രാവിലെ ചെന്ന് ഫ്രഷായി, എനിക്ക് നാളെ ആ മീറ്റിംഗ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. ഇതാ ഞാൻ പറഞ്ഞ മൈൽ സ്റ്റോൺസ്. ഇതെല്ലാം നമ്മൾ കൃത്യതയോടുകൂടി ആയിട്ടാണ് ഒരു ബ്രാൻഡ് കൊണ്ടുപോകുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞൊരു ഉദാഹരണം മനസ്സിലായില്ലേ, ഇങ്ങനെയാണ് ഒരു ബ്രാൻഡ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ബ്രാൻഡ് സക്സസ് ആവും. അതേ സമയത്ത് വണ്ടി ഒരു ലക്ഷ്യമില്ല, എറണാകുളത്ത് എത്തുകയാണെങ്കിൽ എത്തിയാൽ മതി, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, റോഡും നോക്കുന്നില്ല, ഹൈവേയിൽ അടിച്ച് പൊളി, ഇതെന്താ അറിയോ, അപ്പൊ നമുക്ക് കുറെ എന്ത് ചെയ്യും, ഫൈൻ കിട്ടും, ക്യാമറ അടിച്ചിട്ടുണ്ടാവും, ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ അവിടെ എത്തിയാൽ തന്നെ നമുക്ക് പോയ കാര്യങ്ങൾ സാധിക്കില്ല, അതിനെ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് പല ബ്രാൻഡുകളും തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇവര് അടച്ചു പൂട്ടുന്നത് അല്ലെങ്കിൽ സക്സസ് ആകുന്നതിന് കാരണം ഇങ്ങനെ പോകുന്ന റോഡ് മാപ്പാണ് നമുക്ക് കൃത്യമായി വേണ്ടത്. പിന്നെ ഗോൾ സെറ്റ് ചെയ്യുക. എല്ലാവരും ഇപ്പം മോട്ടിവേഷൻ ആൾക്കാർ, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക, ഗോൾ ഒരിക്കലും സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്താൽ നമ്മുടെ ഗോൾ, നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബെൻസ് വാങ്ങുന്നത് എൻ്റെ ഗോൾ സെറ്റ് ചെയ്തു, ഞാൻ ബെൻസ് വാങ്ങിയാണ് നിർത്തി. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് 1000 പേരെ 1000 കോടി ടേൺ ഓവർ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഗോൾ സെറ്റ് ചെയ്യുക. 1000 കോടി ഇപ്പൊ ഹിമാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇനി താഴോട്ട് നോക്കും, ഇനി എന്ത് ചെയ്യാൻ, നമ്മൾ അടുത്തത് നമ്മൾ എന്താണ്, അപ്പം മനസ്സിലായില്ലേ, അത് അടുത്തത്. അപ്പൊ ഒരിക്കലും ഗോൾ ഒരു മൈൽ സ്റ്റോണേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത്ര ടൈമിൽ ഞാൻ ഇത്ര സ്ഥലത്തെത്തും, അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ഞാൻ ഇത്, പിന്നെ ഞാൻ അടുത്ത, അങ്ങനെ നമുക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ലോകം മുഴുവൻ പോപ്പീസ് എത്തിക്കുക. അവിടെ എൻ്റെ ആഗ്രഹം തീർന്നില്ല. ലോകത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് എൻഡ്ലെസ്സാ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഞാനും ഇപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ട്രസ്റ്റും എൻ്റെ മക്കളും എൻ്റെ ജനറേഷനും കൂടിയാലേ ഈ ലോകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേണ്ടതെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം പണം സമ്പാദിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ വരുന്ന ജനറേഷന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം, അവിടെ ഒന്നും ഞാൻ, അതൊക്കെ മൈൽ സ്റ്റോൺ കേട്ടോ, ഒന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെയും എൻ്റെ ആഗ്രഹങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, എനിക്ക് ക്യാഷ് ഉണ്ടാക്കണം, ബിസിനസ് ചെയ്ത് തന്നെ എനിക്ക് ക്യാഷ് ഉണ്ടാക്കണം, പക്ഷെ മുടക്കാൻ എൻ്റെ ക്യാഷ് ഇല്ല, അതെങ്ങനെയായിരിക്കും പോസിബിൾ ആവുക? അതിന്ന് ഒരുപാട് സാധ്യതയുള്ളൊരു മേഖലയാണ്. പണം തരാൻ വേണ്ടി ക്യാഷുമായിട്ട് ഒരുപാട് ആളുകൾ, അതായത് അവർ ഒരിക്കലും ഒരു ബിസിനസ്സും ചെയ്യില്ല. അതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ AF ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഫണ്ട്സ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, അതുപോലെ ഒത്തിരി ഫാമിലി ഫണ്ട് ഹൗസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ ഒരുപാട് ഫാമിലി ഫണ്ട് ഹൗസ് വന്നിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം അവർ ഫണ്ട് അവരുടെ ഇക്വിറ്റി ഡയലൂട്ട് ചെയ്തതിനു ശേഷം ഫണ്ട് കയ്യിൽ വന്നതിന് ശേഷം അവർ നോക്കിയിരിക്കുക. ഇപ്പം ഞാനും ഒരു 2 ഇയർ കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇയർ എൻ്റെ IPO കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫണ്ട് എടുത്ത ഞാൻ ആരെയും തിരയുന്നറിയോ, നല്ല സ്കില്ലുള്ള നല്ല അറിവുള്ള ഓണ്ടർപ്രണർ, നല്ല സ്റ്റാർട്ടപ്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്റ്റാർട്ടപ്സിൽ
അവൻ സക്സസ് അപ്പൊ അവന്റെ ആറ്റിറ്റ്യൂഡ് നോക്കും, അവന്റെ എന്താ പറയുക, അവന്റെ അടുക്കും ചിട്ടയുള്ള ലൈഫാണോ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കും. അങ്ങനെയുള്ള ആളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം, ഞാനൊരു ഫണ്ട് റൈസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ്, ചിന്തിക്കുന്നപ്പോൾ ആളുകൾ നമ്മളെ അത് ആദ്യം നോക്കുന്നത് സംരംഭകനെ നോക്കുന്നത്, പ്രൊമോട്ടറെ നോക്കുന്നത്. പ്രൊമോട്ടർ നല്ല രീതിയിൽ പോകുന്ന ആളാണോ, ഹാബിറ്റ് കൃത്യമായ എന്താ അടുക്കും ചിട്ടയുള്ള ആളാണോ, ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾക്ക് നല്ലൊരു ആശയം ഉണ്ടെങ്കിൽ, നല്ല മനോഹരമായൊരു ആശയം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, ആ ആശയം കൃത്യമായിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഇന്നത്തെ സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് വേദികളുണ്ട്, സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വേദികളുണ്ട്. ആ വേദിയിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയുള്ള കാലഘട്ടം, ലിങ്ക്ഡിൻ, ഇപ്പം എനിക്ക് എൻ്റെ ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് ആളുകൾ പുതിയ ആശയങ്ങളുമായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ ഒരാളെ കാണണമെങ്കിൽ, ഒരു ഓണ്ടർപ്രണറെ കാണണമെങ്കിൽ, ഇപ്പോൾ ടാറ്റയുടെ ഓണറെ നമുക്ക് അന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് സാധിക്കും. ഇന്ന് ടാറ്റയുടെ ഓണറുമായിട്ട് നമുക്ക് ടാറ്റയുടെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചിലപ്പം എന്തായാലും ലിങ്ക്ഡിനിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവരത് കാണും. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ സാധ്യത ഒത്തിരി ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇന്ന് കുറേ സിനിമ പിടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കുറേ സിനിമാക്കാരൻ നടക്കുന്നുണ്ട്. അത് ഒരു മൂവി കണ്ടിട്ട് ഹിറ്റായി, ആവേശം ഹിറ്റായി, ഇന്ന് കുറച്ച് ആവേശം പോലെ കഥയുണ്ട്. അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന, നമുക്ക് തന്നെ ബോധ്യം വേണം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കാര്യങ്ങൾ സക്സസ് ആവും. ഇത് എന്താ പറയുക, അതിന് ഒരു ഞാനിത് ഒന്നും കൂടി പറയുന്നത് വെച്ചാൽ, സമൂഹത്തിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മളുടെ കയ്യിലുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഞാൻ പോപ്പീസ് തുടങ്ങുന്ന സമയത്ത് നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ഹൈജീനായ വൃത്തിയുള്ള ഡ്രസ്സ് ഇല്ലായിരുന്നു. അതിനൊരു സൊല്യൂഷനാണ് ഞാൻ കൊടുത്തത്. പിന്നെ എന്ത് സംഭവിച്ചു, ആ സൊല്യൂഷനിൽ കുറെ ആൾ എന്നെ അനുകരിച്ച് ഒരുപാട് സൊല്യൂഷൻ വന്നു. അപ്പൊ എനിക്കത് സെല് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ ക്യാഷ് ഫ്ലോയിനേക്ക് അത് ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഞാൻ 2019 തീരുമാനിച്ചു, കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഷോറൂമുകളില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2019 ഷോറൂം തുടങ്ങി. അതിൽ 100% വിശ്വസിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ലഭിച്ചു. അത് പ്രോബ്ലമാണ്, അത് ഞാൻ സൊല്യൂഷൻ കൊടുത്തു. അപ്പം നമ്മുടെ എന്ത് ആശയങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിരിക്കണം. അവനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, നല്ല മന്തി കിട്ടുന്ന റെസ്റ്റോറൻറ്റ്, ഉടനെ പോയിട്ട് അവിടെ നല്ല തിരക്ക്, ഭയങ്കര ആളുകൾ കയറി, തൊട്ടടുത്ത് പോയിട്ട് നമുക്ക് ഒരു വിഷയമില്ലാതെ അവിടെ പോയി റെസ്റ്റോറൻറ്റ് തുടങ്ങേണ്ടത് ഒരു സൊല്യൂഷൻ അല്ല. അവിടെ ചിലപ്പം മന്തി കഴിക്കാൻ വരുന്ന ആൾ പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ ചിലപ്പം ഒരു ഐസ്ക്രീം ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ ഡെസേർട്ട് ആയിരിക്കും വേണ്ടത്. അതായിരിക്കും ചിലപ്പോൾ അവിടുത്തെ സൊല്യൂഷൻ, ചിലപ്പോൾ അതായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആശയങ്ങൾ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു വിഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീം നമുക്ക് എന്തായാലും കാണുമല്ലോ, നമുക്ക് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഒരു വിഷൻ നമുക്ക് കാണും. അപ്പോൾ സാർ 2003 സാർ പോപ്പീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ വിഷൻ തന്നെയാണോ 2026 സാറിനുള്ളത്? തീർച്ചയായിട്ടും. ഞാനത് കാരണം എന്താ വെച്ചാൽ, ഞാൻ 2005 ഈ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാൻഡിൻ്റെ പേര് പോപ്പീസ് ബേബി കെയർ എന്നാണ്. നിങ്ങൾ പഴയ ഞങ്ങൾ എടുത്ത് നോക്കി, അന്നും പോപ്പീസ് ബേബി കെയർ എന്നാണ്. ഞാനൊരു ഗാർമെൻറ്റ് കമ്പനിയാണെന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ചെങ്കിൽ പോപ്പീസ് ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ പോപ്പീസ് കിഡ്സ് വെയർ എന്നിടയിൽ തുടങ്ങുക. അന്ന് പോപ്പീസ് ബേബി കെയർ എന്നാണ് എൻ്റെ പേര്. കമ്പനിയുടെ പേര് പോപ്പീസ് ബേബി കെയർ പ്രോഡക്ട്സ് എന്നാണ്. അതൊന്ന് പ്രൊപ്പറേറ്റർഷിപ്പാണ്, പോപ്പീസ് ബേബി കെയർ പ്രോഡക്ട്സ് ആണ്. മനസ്സിലായി? എൻ്റെ വിഷൻ, അതായത് ഞാൻ തുടങ്ങിയത് കുഞ്ഞുടുപ്പാണെങ്കിലും എൻ്റെ വിഷൻ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ബേബി കെയർ പ്രോഡക്ട്സ് ആയിരുന്നു. അന്നത്തെ സമയത്ത് ജോൺസൺ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോഡക്റ്റ്. അപ്പം ഞാൻ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആദ്യം ഞാൻ ഗാർമെന്റ് തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഘട്ടം അതിന് ഞാൻ ഗാർമെന്റ്സിൽ തന്നെ 17 വർഷത്തിന് ശേഷമാണ് ഞാൻ റീറ്റെയിൽ വന്നത്. അത് നമുക്ക് എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ്ങിന്റെ ഒക്കെ ഇഷ്യൂസും കുറെ കാര്യങ്ങൾ നമ്മൾ വളരുമ്പോൾ നമ്മൾ ഗ്രോത്ത് അതുപോലെ ഗ്രോത്ത് ആയിരുന്നു. 100%, 80%, 70% ഗ്രോത്ത് ആയിരുന്നു നമ്മുടെ. അപ്പം പണം തികച്ചാൽ തികയാത്ത രീതിയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ 2019 ഞാൻ റീറ്റെയിൽ തുടങ്ങുന്നു. റീറ്റെയിൽ വരുന്ന സമയത്ത് അവിടെ പ്രോബ്ലം കാണുന്നത്, പുറത്തുനിന്നുള്ള ബ്രാൻഡൊക്കെ കൊണ്ടു നോക്കുമ്പം പലത് ക്വാളിറ്റി ഇല്ല, ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർജിൻ ഇല്ല, ഇത്ര സ്ക്വയർ ഫീറ്റ് ഞങ്ങളെ പ്രൊഡക്റ്റ് മാർജിൻ ഇല്ല. ഇങ്ങനെയുള്ള സമയത്താണ് ഞങ്ങളുടേതായ ഇൻഹൗസ് പ്രൊഡക്റ്റ് തുടങ്ങി. ഇപ്പം ഞങ്ങളത് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ ടോയ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലോക്കലി കിട്ടുന്ന ടോയ്സ് ഒന്നും ക്വാളിറ്റി ഇല്ല, വളരെ മോശമാണ്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല ടോയ്സ്, ആക്സസറീസ്, ഫീഡിംഗ് ബോട്ടിൽ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഓരോന്ന് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പം അന്ന് കണ്ട ആ ബേബി കെയർ പ്രോഡക്ട്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. കാരണം നമ്മുടെ ആ മൈൽ സ്റ്റോൺ പോണ സമയത്ത് നമ്മൾ തൃശ്ശൂർ നോർമൽ ഹൈവേ അല്ല, ഇപ്പുറത്ത് പൊന്നാനി വഴി വേറെ ഹൈവേ ഒന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ റോഡൊന്ന് മാറി പോകേണ്ടിയെന്ന് വെച്ചാൽ റൂട്ടൊന്ന് മാറ്റുന്നുണ്ട്.
മനസ്സിലായി. മാർഗം ഒന്ന് തന്നെയാണ്, മൈൽ സ്റ്റോൺ ഒന്ന് തന്നെയാണ്. ചില സ്ഥലത്ത് സ്പീഡ് കൂടി, കാരണം റോഡ് പണ്ട് ഞാൻ വെച്ചത് ഒരു 20 years ബാക്ക് വെച്ചപ്പോൾ അന്ന് റോഡൊക്കെ വളരെ മോശം റോഡായിരുന്നു. അന്ന് 60 കിലോ, അന്ന് 50 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകും, ഇന്ന് 70 കിലോമീറ്റർ സ്പീഡായി. അപ്പൊ ചില സ്ഥലത്ത് സ്പീഡ് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്, ചില സ്ഥലത്ത് ബ്രിഡ്ജിന്റെ വർക്ക് കിടക്കുന്നുണ്ട്, അപ്പൊ ചില നമ്മൾ സ്ലോ ആക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്ലോ ആക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്തുന്ന രീതിയും സമയവും കുറച്ചും കൂടി സ്പീഡ് കൂട്ടാൻ വേണ്ടി ചില സ്ഥലത്ത് നിന്ന് ശ്രമിക്കുന്നുണ്ട്. സോ പോപ്പീസിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ എന്നാണ്. അപ്പോൾ ആ ഒരു തീം ലൈക്ക് പ്രാക്ടിക്കൽ ആണോ അതോ ജസ്റ്റ് ആ പരസ്യം അങ്ങനെ തന്നെയാണോ? അത് സേഫ്, സോഫ്റ്റ്, കംഫർട്ട് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയല്ല ശരിക്കും. അത് ഞങ്ങളുടെ എല്ലായിടത്തും കമ്പനിയിൽ വന്നാൽ നിങ്ങൾ എല്ലായിടത്തും അത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, കുഞ്ഞുങ്ങളാ, നേരത്തെ പറഞ്ഞില്ല, കുഞ്ഞുങ്ങളാണ്. അപ്പം പോളിസ്റ്റർ, ഞങ്ങളെ ഷോപ്പിൽ ഞങ്ങൾ പോളിസ്റ്റർ ഉള്ള ഡ്രസ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഡ്രസ്സിൽ കോട്ടൺ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുക. കോട്ടൻ്റെ വില കൂടിക്കൊണ്ട് കോട്ടൺ ഇപ്പോൾ ഒരു 600 rupees per കിലോഗ്രാം പ്രൈസ് ആണ്. ഇപ്പോൾ കിലോഗ്രാമിലെ പ്രൈസ് വരിക, പ്രൈസ് എന്ന് വെച്ചോ. അതിൽ പോളിസ്റ്റർ ആണെങ്കിൽ 150 രൂപയ്ക്ക് കിട്ടും. അപ്പം ഒരു 50% കോട്ടണും ഒരു 50% പോളിസ്റ്ററും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 400-450 rupees ആയിട്ട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ശരിക്കും ക്ലിയർ ആയില്ലേ? പറഞ്ഞ മനസ്സിലായി? ക്ലിയർ. അവിടെ ഞങ്ങളുടെ പോപ്പീസിന്റെ പോളിസിയിലുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാറിയോ ആൾക്കാർ, പിന്നെ റിച്ച് കോട്ടൺ എഴുതി വെക്കും. ഇപ്പൊ ഇന്ന് പല സ്ഥലങ്ങളിലുള്ള സ്ഥലത്താണ് റിച്ച് കോട്ടൺ എഴുതിയിട്ടുണ്ടാവും. റിച്ച് കോട്ടൺ, അതായത് കോട്ടൺ റിച്ച് ആണ്. അപ്പൊ അതിന് പോലെ ചുളിയൊന്നും തോന്നില്ല. അതേസമയത്ത് പോപ്പീസിൽ നിങ്ങൾ അങ്ങനെയുള്ള വ്യാജമായ എന്തൊക്കെയാണല്ലോ 3-4 ഞങ്ങള് എഴുതി വെച്ചിട്ടുണ്ടോ, ആഡ് ചെയ്ത് ടാഗ് വെച്ചിട്ടുണ്ടോ അതിനകത്ത്. അതിൽ എഴുതി എല്ലാ ഡീറ്റെയിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. വ്യാജം പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഞങ്ങൾ സെല് ചെയ്യാൻ ശ്രമിക്കാറില്ല. പിന്നെ 85% കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പൊ സിന്തറ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും കാരണം പാർട്ടി വെയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സിന്തറ്റിക് ആവശ്യമുണ്ട്. സിന്തറ്റിക് ഞങ്ങൾ സിന്തറ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ളിൽ കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്ത് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ, കുഞ്ഞുങ്ങൾ കരയാൻ. പിന്നെ ഒരു എംബ്രോയിഡറിങ് ചെയ്താൽ പോലും എംബ്രോയിഡറിന്റെ താഴെ ഞങ്ങൾ ഒരു കോട്ടൺ കവർ ചെയ്ത്, കാരണം ഇച്ചിങ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സേഫ്റ്റി ആയിട്ടുള്ള കംഫർട്ടബിൾ. ഇപ്പൊ ഒരു ബട്ടൺ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ അയൺ കണ്ടന്റുള്ള ബട്ടൺ ഞങ്ങൾ യൂസ് ചെയ്യില്ല. അതുപോലെ കുട്ടികൾ കടിക്കാൻ സാധ്യതയുണ്ട്, ഉടുപ്പ് എന്നൊക്കെ നമ്മൾ ബട്ടൺ കടിച്ച് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുൾ ടെസ്റ്റ് ചെയ്യും. എല്ലാം എല്ലാം ഫുൾ ടെസ്റ്റ് ചെയ്യും. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രൊഡക്റ്റ്. ഈ സാധനം, ഈ ഇതില്ല, ഞങ്ങളിപ്പോ ബ്രാൻഡ്, ഞങ്ങളിപ്പോ കുട്ടികളുടെ ടോയ്സ് ഇറക്കി, ആക്സസറീസ് വരുന്നുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന കളറുകൾ, ഇപ്പൊ ചില കളറിന് കുട്ടികൾക്ക് ഞങ്ങളുടെ സ്റ്റോറിൽ പോയി നിങ്ങൾ പച്ച, ഡാർക്ക്, ബ്രെഡ്, ഇങ്ങനെ സാധനം ഞങ്ങളുടെ ടോയ്സ് ഒന്നും ഞങ്ങൾ വെക്കില്ല, ആക്സസറീസ് വെക്കില്ല. ഇല്ലെങ്കിൽ ആ സെയിൽ വേണ്ട. ആൾക്കാർ വന്ന് പലപ്പോഴും അതില്ലേ ഈ കളറിലെ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ ഡ്രസ്സുകളിലൊന്നും കുട്ടികൾക്ക് ഒരു മനഃശാസ്ത്ര പരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെന്റലി പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സാധനവും ഞങ്ങളുടെ പ്രൊഡക്റ്റ് വയ്ക്കും. അത് ഞങ്ങളെ എല്ലാ കാര്യം, ഞങ്ങളുടെ ഫാക്ടറിയിൽ വന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ഭാഗത്തും ഞങ്ങളുടെ സ്റ്റാഫിന്റെ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും, ഞങ്ങളുടെ അവരുടെ ഫുഡിന്റെ കാര്യത്തിലായാലും. ഇപ്പം നോർമലി ഒരു സ്ഥലത്ത് ക്യാൻറ്റീൻ നടത്തുകയാണെങ്കിൽ, കമ്പനിയിൽ ഒരു ക്യാൻറ്റീൻ നടത്തുകയാണെങ്കിൽ എന്താ ചെയ്യാറിയോ, വൈകുന്നേരമാണ് പർച്ചേസിന് പോകുക ക്യാൻറ്റീനിൽ. എന്തിനാണെന്നറിയോ, വെജിറ്റബിൾ ഇച്ചിരി വാടിയത്, ഇച്ചിരി പഴകിയതൊക്കെ. ഞങ്ങളുടെ കമ്പനിയിൽ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, ഈ സ്റ്റാഫിന് വരുന്ന ക്യാൻറ്റീനിലെ ഫുഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ടീമുണ്ട്. ഒരു ചീഞ്ഞ തക്കാളിയോ ഒരു വെജിറ്റബിളോ ഉണ്ടാക്കി ആ കൺസ്യൂമറിനെ ഞങ്ങൾ തിരിച്ചുവിടും. ഒരെണ്ണം പോലും. ഏറ്റവും കംഫർട്ടബിൾ. ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ മുമ്പൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ആവശ്യമുള്ള ഫുഡ് പോലും ഞാൻ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് എടുത്തിട്ടാ കഴിക്കുക. അപ്പം സേഫ്റ്റി, കംഫർട്ട് അത് എൻഡ് യൂസർക്കല്ല, നമ്മുടെ സ്റ്റാഫ് എല്ലാവരും സേഫും കംഫർട്ടും ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. പിന്നെ സാലറിയുടെ കാര്യത്തിൽ പോപ്പീസിൽ ഡിപ്പെൻസ്. കേരളത്തിലെ ഒരു ഗാർമെന്റ് കമ്പനീനെ നിങ്ങൾ ഗാർമെന്റ് കമ്പനിയോ സിമിലർ, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ എനിക്കുള്ള ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു, ഞാൻ അത്രയും പബ്ലിക് ഡൊമൈനിലാണ് പറഞ്ഞത്, വൺ ഓഫ് ദ ഒരു യൂണിറ്റ് ആണ് പോപ്പീസ്. അപ്പൊ ആ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ ആരാ? ഞങ്ങളുടെ സ്റ്റാഫാണ്. അവർ കംഫർട്ട് ആയിരിക്കണം, ഞങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണം സേഫ് ആയിരിക്കണം. അങ്ങനെ ആ കംഫർട്ട് നമ്മുടെ ടീമിനും കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ എന്താ പറയുക, മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ ഓരോ പ്രോഡക്റ്റിനും, ഞങ്ങളുടെ എൻഡ് യൂസറായ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ ആ സേഫും കംഫർട്ടും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാർ ഇപ്പോഴും ബ്ലാക്ക് ഡ്രസ് ആണല്ലോ ചൂസ് ചെയ്യുന്നത്. സാറിന്റെ ഒട്ടമിക്കെന്ന് പറയുന്നില്ല, എല്ലാ ഇന്റർവ്യൂസിലായാലും അല്ലെങ്കിൽ ഏതൊരു പബ്ലിക് എൻട്രിയിലായാലും സാർ എപ്പോഴും ബ്ലാക്ക് ഡ്രസ്സിലെ കണ്ടിട്ടുള്ളൂ. അതെന്താ അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ കാരണം?
അത് നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് വൈറ്റ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഞാൻ വെയർ ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ബ്ലാക്കാണ്. വൈറ്റും ഇഷ്ടമാണ്, പക്ഷേ കൂടുതലും എനിക്ക് ബ്ലാക്കാണ്. വൈറ്റ് ഞാൻ വല്ലപ്പോഴൊക്കെ വെയർ ചെയ്യാൻ. ഇതിലതൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ എൻ്റെ ചിന്താഗതിയാണ്, നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുക, ഡിസിഷൻ മേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇനി എത്ര വലിയ ആളായാലും എത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചാലും നമ്മളൊരു രാവിലെ ഒരു ഡ്രസ്സ്, ഒരു പാൻറ്റും ഒരു ഷർട്ടും വെച്ചു, ഈവൻ ഒരു സോക്സ് ആണെങ്കിൽ പോലും നമുക്ക്, ഞാൻ എൻ്റെ സോക്സ് എല്ലാം ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാം, നമുക്ക് അത് തീരുമാനിക്കണം, ഇത് സെറ്റ് ആകുമോ, ഇത് റെഡി ആകുമോ, ഈ കളറും ഇത് മാച്ച് ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എസ്പെഷ്യലി ടോപ്പിന്, ഷർട്ടിൻ്റെ കാര്യത്തിലാണ്. ബോട്ടംസ് ഒരുവിധം ഒക്കെ നമുക്ക് എങ്ങനെയൊക്കെ, ഷർട്ടിൻ്റെ കാര്യത്തിൽ ഇത് എനിക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായി. ഞാനൊരു 2017-18 കാലത്ത് ഞാൻ ബ്ലാക്ക് കൂടുതൽ യൂസ് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് തന്നെ രാവിലെ എണീറ്റ് എൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയുടെ മീറ്റിങ്ങിന് പോകുന്ന സമയത്തായിരിക്കും രാവിലെ തന്നെ ആ ഷർട്ട് ഇടണോ ഈ ഷർട്ട് ഇടണോ, ഈ ഒരു കൺഫ്യൂഷൻസ് എനിക്ക് ഉണ്ടാവും. എന്നിട്ട് ഞാൻ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ 3 തീരുമാനം ഒരു മനുഷ്യന് പ്രധാനപ്പെട്ട 3 തീരുമാനം ഒരു ദിവസം എടുക്കാൻ പറ്റുക. എൻ്റെ ആദ്യത്തെ രാവിലെയാണ് ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ പറ്റിയ സമയത്ത് എൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു പോയി. എന്താണ്? എൻ്റെ ഷർട്ടിന്റെ കളറ്. അപ്പൊ ഞാൻ സ്വയം തീരുമാനിച്ചു, ഇനി ഞാൻ പതുക്കെ മറ്റുള്ള കളേഴ്സ് എല്ലാം ഞാൻ ഒഴിവാക്കാം. അങ്ങനെ ഞാൻ എൻ്റെ സുപ്രധാനമായ എല്ലാ കാര്യങ്ങൾക്ക് പോകുന്ന ദിവസവും എൻ്റെ എല്ലാ സുപ്രധാന കാര്യങ്ങൾക്കും ഞാൻ ബ്ലാക്കിലേക്ക് പതുക്കെ മാറി. ഇപ്പൊ ഒരു 90% ഞാൻ ബ്ലാക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പോപ്പീസിന്റെ ബ്രാൻഡ് എനിക്ക് തോന്നുന്നു പ്ലേസ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാറിനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതെന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുണ്ടോ? അതായത് ഞാൻ ഈ പ്രൊഡക്റ്റ് അന്നൊന്നും ഞാൻ തുടങ്ങുന്ന സമയത്ത് 2003 മലപ്പുറത്ത് നിന്ന് ഒരു ബ്രാൻഡോ ഒരു പ്രൊഡക്റ്റോ മാനുഫാക്ചറിങ് ഒക്കെ വളരെ റെയറാണ്. എൻ്റെ ഇപ്പം ഇല്ലാന്ന് തന്നെ പറയാം. മാനുഫാക്ചർ വളരെ കുറെ കറി പൗഡർ അങ്ങനെയുള്ള കുറച്ച് അല്ലാതെ പ്രൊഡക്റ്റ് ഒന്നുമില്ല. കേരളം മലപ്പുറം വിട്ടുപോകുന്ന പ്രൊഡക്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇതായിട്ട് പ്രൊഡക്റ്റായിട്ട് ഞാൻ മലപ്പുറത്താണ് ആദ്യം തന്നെ ഞാൻ മമ്പാട് MBS കോളേജിലാണ് പഠിച്ചത്. എൻ്റെ സുഹൃത്തുക്കളും അവരുടെ ബന്ധുക്കളും അവരുടെ അയൽക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ മലപ്പുറത്തുണ്ട്. അപ്പം എല്ലാവരും മുസ്ലിം ഫാമിലി ആണ് എല്ലാ ആളുകളും. അവരുടെ കസിൻസും അവരുടെ റിലേറ്റീവ്സും ഒക്കെ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. എൻ്റെ തുടക്കത്തിൽ ഞാൻ ഇതുമായിട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വില ഇച്ചിരി കൂടുതലാണ്. ഇതുമായിട്ട് ചെല്ലുന്ന സമയത്ത് ഇവരെ കടകളിൽ, ഇവരുടെ ബന്ധുക്കളെ കടകളിൽ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകൾ കടകളിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ ഷാജു ആണല്ലോ, അതൊന്ന് വെച്ച് നോക്കുക. അത് ഞങ്ങളുടെ എല്ലാ ജില്ലയിലും ഉണ്ടോ എനിക്കറിയില്ല, ഞങ്ങളുടെ ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ നമ്മുടെ നമ്മുടെ ആണല്ലോ, അത് വെച്ച് നോക്കുക എന്ന് പറഞ്ഞ് ആ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വെൽക്കമിങ്. അതില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓൾറെഡി ഒരു കംഫർട്ടായിട്ടുള്ള ജോലി ഉണ്ട്. ആ ജോലിയുടെ ഇടയ്ക്കാണ് ഞാൻ ഇതുമായിട്ട് ചെല്ലുന്നത്. ആദ്യമായിട്ട് എൻ്റെ ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ, എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമ്മുടെ ഷാജുവിന്റെ അല്ലേന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഒരു കൈ നീട്ടി സ്വീകരിച്ചൊരു അത് കഴിഞ്ഞതിന് ശേഷം ഇത് കേരളം വിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മലപ്പുറത്തുനിന്നോ ആൾക്കാർ നെറ്റി വിളിക്കാൻ തുടങ്ങി. ഇത് മലപ്പുറത്ത് ഒരു ബ്രാൻഡോ, അത് എന്താ അറിയില്ല, അങ്ങനെ വേറെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ബ്രാൻഡ് കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് പറഞ്ഞു പല ആൾക്കാർ ഇത് മാറ്റി, ഇത് അഡ്രസ്സ് മാറ്റിക്കോ, ഈ തിരുവാതിര ഇതൊക്കെ മാറ്റിയിട്ട് നീ എറണാകുളത്ത് അല്ലെങ്കിൽ ബോംബെയിൽ അഡ്രസ്സ് എഴുതിക്കോന്ന് പറഞ്ഞു. ഞാൻ അന്നും എന്നെ ഫുൾ അഡ്രസ്സ്, നമ്മുടെ ബോക്സും ഇത് ഫുൾ അഡ്രസ്സും, ഇന്ന് ദുബായിൽ ചെന്നാലും നിങ്ങൾ മാനുഫാക്ചറിങ് മലപ്പുറം ഡിസ്ട്രിക്ട് ഇന്ന സ്ഥലത്ത് തിരുവാലി, എൻ്റെ വില്ലേജ്, എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ വില്ലേജ്. എൻ്റെ ശരിക്കും വീട് നിലമ്പൂരാണ്, പക്ഷെ ഞാൻ ഫാക്ടറി തുടങ്ങിയത് കുറേ കൂടി ഒരു 10-20 കിലോമീറ്റർ മാറിയിട്ട് തിരുവാലി എന്നുള്ള സ്ഥലത്താണ്. ഒരു കുഞ്ഞ് വില്ലേജാണ്. ആ വില്ലേജും എൻ്റെ സ്ഥലത്തിന്റെ ഒരു പൂന്തോട്ടം എന്നാണ്. എൻ്റെ കമ്പനി ആദ്യം തുടങ്ങിയ സ്ഥലത്ത് പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ ഞാൻ ഒരു ഗാർഡൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ പല ആളുകളും മലപ്പുറത്തിനെ കുറിച്ച് സംശയത്തോടെ കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എന്താ പറയുക ജീവിക്കാൻ പറ്റുന്ന, ഏറ്റവും സുഖം കിട്ടുന്ന, ഏറ്റവും സന്തോഷം കിട്ടുന്ന, ഒരു കെയർ കിട്ടുന്ന, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഇപ്പൊ നല്ല സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഞങ്ങളുടെ മലപ്പുറം. പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിൻ്റെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണെന്ന്. ഇപ്പം മിക്ക ബ്രാൻഡ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തുമ്പോൾ എല്ലാവരും മെയിൽസിനായിരിക്കും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സാറിൻ്റെ നേരെ തിരിച്ചാണ്. എന്തുകൊണ്ട് അങ്ങനെ? അതിലെൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ജെൻഡർ ആയിട്ട് ഞാൻ എസ്പെഷ്യലി ഞാനും എൻ്റെ വൈഫ് ഒരു ജെൻഡർ ആയിട്ടൊരു വേർതിരിവ് ഞങ്ങളുടെ സ്ഥാപനത്തിലില്ല. അത് പാടില്ല എന്ന്. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഫസ്റ്റ് ഒരു പ്രൈമറി അപ്ലിക്കേഷൻ. അവിടെ ജാതിയില്ല, മതമില്ല, ആ കോളമില്ല. അവിടെ ഒരു പ്രയോറിറ്റി, ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ ആളുള്ളൂ. അവിടെ എല്ലാം എനിക്കുള്ള ഈക്വൽ. എനിക്ക് ക്രിസ്ത്യൻസ് ആയിരിക്കും ഏറ്റവും കുറവുണ്ടാകുക. അവിടെ അങ്ങനെ പ്രയോറിറ്റി ഇല്ല. അതുപോലെ ഒരു ജോലിക്ക് വരുന്ന സമയത്ത് HR ഡിപ്പാർട്ട്മെന്റ് ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് ആപ്റ്റ് ആണോ, അവിടെ ജെൻഡർ ഇല്ല, അത് ഏത് ജെൻഡർ ആണെങ്കിലും അവിടെ ഒരു വ്യത്യാസവും ഇല്ല.
അതുപോലെ എന്താ പറയുക, കുറച്ച് ഹാൻഡിക്യാപ്ഡ് ആയ കുറേ ആളുകളുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ജോലി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് വളരെ സേഫായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് 70% നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ മിഷൻ ഓപ്പറേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളാണ് കൂടുതൽ. അപ്പം ഇവർ സ്ത്രീകളെ നമ്മൾ സംവരണമുണ്ട്, പൊളിറ്റിക്സിൽ സംവരണമുണ്ട്, പല സ്ഥലത്തും സംവരണമുണ്ട്, ബസ്സിൽ സംവരണമുണ്ട്. ഇവിടെ സംവരണമല്ല, നമ്മൾ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ അതിനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവർ ഓപ്പറേഷൻ ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ ഞങ്ങളെ HR ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഡിവിഷനിലും ഒരു സ്ഥലത്ത് പോലും പിന്നെ എന്താ പറയുക, അതിനുവേണ്ടി പ്രയോറിറ്റി ഇവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ സ്ത്രീ തൊഴിലാളികളെ കൂടുതൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുക, ഇങ്ങനെയൊന്നുമില്ല. എൻ്റെ വൈഫ് ഒരു കുഞ്ഞുണ്ട് നടത്തുന്നുണ്ട്, അതിനകത്ത് 100% വനിതകളാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോലും ഞങ്ങളത് എൻ്റെ വൈഫ് നടത്തിയിരുന്ന യൂണിറ്റ് 100% സ്ത്രീകളെ വെച്ച് നടത്തുകയാണ് എന്ന് ഞങ്ങൾ എവിടെയും പബ്ലിസിറ്റിക്ക് വേണ്ടിയില്ല. നമ്മുടെ ഒരു പോളിസിയാണ്, കമ്പനിയുടെ പോളിസിയാണ്, ഇങ്ങനെ ഒരു എന്താ പറയുക, ജാതി മതം ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ ഒരു വ്യത്യാസവും വേണ്ട എന്നുള്ളത്. അത് ഞങ്ങൾ പാലിച്ചു പോരുന്നുണ്ട്. ഈ സ്ത്രീകളാണല്ലോ നമ്മുടെ അമ്മമാര്, ഈ സ്ത്രീകളാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങള്, ഇവരാണല്ലോ നമ്മുടെ എന്താ പറയുക വസ്ത്രങ്ങൾ വാങ്ങുന്നത്, ഇവരാണല്ലോ സെലക്ട് ചെയ്യുന്നത്. ആദ്യം അവിടുന്ന് ഒരു സ്നേഹവും കരുണയും കരുതലും ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രൊഡക്റ്റ് രണ്ട് കൈ. കാരണം ഇവര് ശരിക്കും താലോലിക്കാൻ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് എന്നൊരു ബേബിനെ അവര് വേണം ഫസ്റ്റ് അത് താലോലിച്ച് മറ്റുള്ള അമ്മകളിലേക്ക് ഉറപ്പായിട്ടും. അപ്പം താങ്ക് യു സോ മച്ച് സർ, ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിന് സാറിന് വരാൻ സാധിച്ചു. ഇനിയും പോപ്പീസ് എന്നൊരു ബ്രാൻഡ് ഇന്റർനാഷണൽ ലെവലും ഗ്ലോബൽ ലെവലും ഒക്കെ സ്പ്രെഡ് ആവട്ടെ എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സർ. ഓക്കെ, എൻ്റെ ഇന്റർവ്യൂവിന് എൻ്റെ നല്ല എന്താ പറയുക, ഞാൻ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സമയം കണ്ടെത്തി, അതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും മറ്റുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുമായിട്ടും മറ്റുള്ള ബിസിനസ് എക്സ്പോഷറായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അൻറ്റിൽ ദെൻ ഐ എം അരോമ, സൈനിങ് ഓഫ് ഫ്രം എൻ്റെ ബിസിനസ്. ബൈ ബൈ.